सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्ति। गजाननं भूतगणाधिसेवितं कवितजन्तुफलसारभक्षितं उमासुतं शोकविनाशकारणं नमामि विघ्नेश्वरपादपङ्कजं। गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परब्रह्म तस्मै श्रीगुरवे नमः। श्रीराम श्रीकृष्णसमारम्भां व्यासशङ्करमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। ॐ नमो भगवते वासुदेवाय। ॐ नमो भगवते वासुदेवाय। ॐ नमो भगवते वासुदेवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। सर्वमङ्गलमङ्गले शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी नारायणि नमोस्तुते। स्वामी शरणमय्यप्पा स्वामी शरणमय्यप्पा स्वामी शरणमയ്യപ്പ. ഭക്തജനങ്ങളെ, നാലാമത് അതിരുദ്ധ മഹായുദ്ധത്തിൻ്റെ ഭാഗമായി നടത്തുന്ന ഈ മഹായുദ്ധ യജ്ഞത്തിൻ്റെ ഈ ദിവസങ്ങളിൽ ഓരോ ദിവസവും ഓരോ ആചാര്യന്മാരുടെ പ്രഭാഷണം പരമശിവനെ പറ്റിയുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പര നടത്തിയിരുന്നു. കഴിഞ്ഞ 2 വർഷം ഈ സന്ദർഭത്തിലൂടെ വന്നിരുന്നു. ഇപ്പോൾ 3ാമത്തെ വർഷമാണ് ഞാൻ പങ്കെടുത്തത്. വാസ്തവത്തിൽ നാളെയാണ് ഇവിടെ പ്രഭാഷണപ്രകാരം എൻ്റെ പ്രഭാഷണം നടത്തേണ്ടിയിരിക്കുന്നത്. പക്ഷേ ഇന്ന് ഈ പ്രഭാഷണം നടത്താനേറ്റിരിക്കുന്ന നമ്മുടെ കേരള ഗവൺമെൻറ് മുൻ ചീഫ് സെക്രട്ടറി ശ്രീ ജയകുമാർ സാറിനെന്തോ പ്രത്യേക കാരണവശാൽ ഇന്ന് വരാൻ സാധിക്കില്ല എന്ന് മുൻകൂട്ടി അറിയിച്ചതുകൊണ്ട് അദ്ദേഹം നാളെ പ്രഭാഷണം നടത്താമെന്ന് ഏറ്റിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പ്രഭാഷണം മുന്നോട്ടാക്കി എന്ന് മാത്രം. അപ്പം നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് അദ്ദേഹമല്ല, ആദ്യം തന്നെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. വിഷയം ശിവാവതാരമാണ്. അപ്പോൾ അതുകൊണ്ട് വ്യക്തി ആരാണെന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കിയിട്ടും ആചാര്യൻ ആരാണെന്നുള്ളത് മനസ്സിലാക്കണമല്ലോ. കാരണം തെറ്റിദ്ധാരണ ഉണ്ടാവരുത് ഉദ്ദേശിച്ചുകൊണ്ടുകൂടി ഞാൻ പറഞ്ഞത് ഭഗവത് നിശ്ചയമാണ്. ഓരോ ദിവസവും ആരാണ് ഇവിടെ വന്ന് പ്രഭാഷണം നടത്തുന്നതൊക്കെ ഇവിടെ ഉള്ള പരമാധികാരി മമ്മിയൂരപ്പനാണ് തീരുമാനിക്കേണ്ടത്. അതനുസരിച്ചിട്ട് പ്രോഗ്രാം ഫൈനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊരിക്കലും ഇന്നിവിടെ എത്തിച്ചേരേണ്ട ആളല്ല. പക്ഷെ എന്നെ എത്തിച്ചുകൂടെ. ഇന്നലെ വൈകിട്ടാണ് ഇവിടെ തരുന്നത്. ഉടനെ അതിനുള്ള സാഹചര്യം ഇവിടെ വന്നു താമസിക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്തു വന്നു. അങ്ങനെ അത് വളരെ ഭംഗിയായതിൻ്റെ അധികൃതർ അതിൻ്റെ യുക്തമായ രീതിയിൽ തന്നെ കാര്യങ്ങളെല്ലാം ചെയ്തു. അന്യഥാ ചിന്തിതം കാര്യം ദൈവം അന്യത്ര ചിന്തയെ എന്ന് മുമ്പുള്ളവർ എപ്പോഴും പറയുന്നു. അതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ശക്തി എപ്പോഴും ഈ പ്രപഞ്ചത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു എന്നതൊരിക്കലും വിസ്മരിക്കരുത്. നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ആ കോവിഡ് വന്നതോടുകൂടി ആരാണ് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് എല്ലാവർക്കും വ്യക്തമാക്കി. അല്ലേ? അനുഭവത്തിലൂടെ ഓരോരുത്തർക്ക് അറിയാമോ. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ഇവിടെ ശാസ്ത്രജ്ഞന്മാരുണ്ട്, വലിയ വലിയ ആറ്റം ബോംബ് കണ്ടുപിടിച്ചവരുണ്ട്, മിസൈൽ കണ്ടുപിടിച്ചവരുണ്ട്, ബുദ്ധിമാന്മാരുണ്ട്, മഹാബുദ്ധിമാന്മാരുണ്ട്, എപ്പോഴും വാനം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട്. എന്ത് ചെയ്യാൻ സാധിച്ചു? ഒന്നും ചെയ്യാൻ പറ്റില്ല. സഹിക്കുന്നതല്ല 2-3 വർഷം. അതെപ്പോഴും ആലോചിക്കുക. ഇവിടെ ഒരു വലിയൊരാൾ പോകുന്നുണ്ടെന്ന് ഒരു ഗവൺമെന്റിനെ കൊണ്ട് സാധിച്ചില്ല. ലോകത്തുള്ള ഒരു ഗവൺമെന്റിനെ
മിസൈലൊക്കെ പ്രയോഗിക്കാൻ അറിയാം. അതുകൊണ്ടൊന്നും ഈ സൂക്ഷ്മജീവിയെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിസൂക്ഷ്മമാണ് ദൈവശക്തി. സൂക്ഷ്മജീവിയെക്കാളും അതിസൂക്ഷ്മമാണ്. അതിന് നേരെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ മനുഷ്യൻ ഒന്നുമില്ല, സീറോ, വട്ടപൂജ്യം. ഇതെപ്പോഴാണ് അവസാനിക്കുക എന്നുള്ളതാണ് പലരും ചോദിക്കുന്നു. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അത് ഓരോ രൂപത്തിൽ മാറി 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 വരിക. പക്ഷെ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ നല്ല ആര് പിൻവലിച്ചു? പ്രകൃതി പിൻവലിപ്പിച്ചു. എപ്പോഴും അത് മറക്കരുത്. ഞാൻ പ്രഭാഷണം നടക്കുന്നത് ആദ്യം പറയും, മുകളിൽ ഒരാളുണ്ട് എന്ന് പലരും പറയും. പക്ഷെ നമ്മുടെ വേദാന്തവും നമ്മുടെ പുരാണങ്ങളും ഉള്ളിൽ തന്നെ ഉണ്ട് എന്നാണ്. ഇങ്ങനെ നോക്കി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഇതിൽ വിശ്വാസമില്ലാത്തവരാണ് മേലോട്ട് നോക്കുന്നത്. സനാതന ധർമ്മത്തിൽ ഇവിടെ തന്നെ ഉണ്ട്. എവിടെ ബുദ്ധിമുട്ട് ഒരു റുപ്യ പോലും ചെലവാക്കേണ്ട, ഒരു കൈ പോലും ചെലവാക്കേണ്ട ദൈവത്തെ കാണാൻ, അനുഭവിക്കാൻ. ഇവിടെ തന്നെ ഇവിടെ നിന്ന് തൊട്ടാതെ ഞാൻ ഉണ്ടോ മറക്കരുത്. അതാണ് ഈ പ്രപഞ്ചത്തെയും ഈ കാണുന്ന ചരാചരങ്ങളെയും ഒക്കെ അനുനിമിഷം സാക്ഷാൽ പരമശിവന്റെ മഹത്വത്തെ പറ്റി പറയുക എന്നുള്ളതാണ് എൻ്റെ വിഷയം. അതിന് മുമ്പായിട്ടൊന്ന് രാമകഥ എന്ന രീതിയിൽ പറഞ്ഞതേ സന്ദർഭത്തിൽ ശിവാവതാരങ്ങൾ, നമ്മൾ വിഷ്ണുവിൻ്റെ അവതാരങ്ങൾ, ദശാവതാരങ്ങൾ, അതുകൂടാതെ അധികം അവതാരങ്ങൾ ഭഗവാൻ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഭാഗവത്തിൽ പറയുന്നത്. 24-23 അവതാരങ്ങളുണ്ട്. അത് കൂടാതെ ധാരാളം അവതാരങ്ങൾ. പക്ഷെ ശിവാവതാരത്തെ പറ്റി അധിക പേരും മനസ്സിലാക്കിയിട്ടുള്ള എനിക്ക് സംശയമാണ്. ശിവനും അതുപോലെ അവതരിച്ചിട്ടുണ്ട്, ധാരാളം അവതാരങ്ങൾ. പക്ഷെ വ്യത്യാസമുണ്ട്. മഹാവിഷ്ണു ശിശുവായി, ഗർഭസ്ഥ ശിശുവായി സാധാരണ മനുഷ്യരെ പോലെ ജനിച്ച് വളർന്ന് വലുതായി തിരോധാനം ചെയ്തു. പക്ഷെ അതുപോലുള്ള അവതാരങ്ങൾ പരമശിവൻ എടുത്തതായിട്ട് വ്യക്തമായി എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. വേറെ ഏതൊരു പുരാണത്തിനുണ്ടോ എന്നറിയില്ല. ശിവപുരാണം ഏകാദശാഹം നടത്തുന്ന ഒരു ആചാര്യനാണ്. 10 ദിവസം കൊണ്ടാണ് ശിവപുരാണം നമ്മൾ സമർപ്പിക്കുന്നത്. പക്ഷെ അതിലൊന്നും പരമശിവൻ ഒരു കുഞ്ഞായി ജനിച്ച് വളർന്ന് വലുതായി ബാലലീലകളും അങ്ങനെയുള്ള സംഭവങ്ങൾ ജനിച്ച് കാണുന്നില്ല. എന്ത് വെച്ച് അതില്ലാന്ന് ഞാൻ പറയില്ല. കാരണം ഒരുപാട് ശിവപുരാണങ്ങളുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് അംശാവതാരങ്ങളാണ്. തത്സമയം അവതരിച്ച് ആ കർത്തവ്യം നിർവഹിച്ച് തിരോധാനം ചെയ്യാം. പിന്നെ അവിടെ ഒരു സെക്കൻഡ് നിൽക്കില്ല. അതേത് രൂപത്തിലും ഭഗവാൻ അവതരിക്കാൻ സാധിച്ചു. കൂടെ പത്നിയും അതുപോലെ തന്നെ അവതരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു വിശദമായ ഒരു ചരിത്രമാണ് ഒരു അവതാരത്തിൻ്റെ വിശദമായ ചരിത്രം. ഇപ്പൊ ശ്രീരാമൻ എന്ന് പറഞ്ഞാൽ ശ്രീരാമാവതാരം പൂർണ്ണമായൊരു അവതാരമാണ്. ശ്രീകൃഷ്ണാവതാരം പൂർണ്ണാവതാരം. അതുപോലെ ശിവന്റെ ഒരു അവതാരം ഉള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റ് പല പുരാണങ്ങളിൽ. ശിവപുരാണം 24,000 ശ്ലോകങ്ങൾ അടങ്ങിയതാണ്. ആചാര്യൻ പല സ്ഥലത്തും അത് 11 ദിവസം കൊണ്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഏകാദശാഹം എന്ന് പറയാറ്. ഏകാദശ രുദ്രന്മാർക്ക് പ്രീതിപ്പെടുത്തുക, അതാണ് ഏകാദശം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ആ പുരാണം. 24,000 ഭാഗത്തേക്കാളും കൂടുതൽ ശ്ലോകങ്ങൾ. പക്ഷെ എന്ന് വെച്ചാൽ അത് മാത്രമേ ഉള്ളൂ ശിവനെ കുറിച്ചല്ല അവർ കഴിയ പുരാണങ്ങളുണ്ട്. ചിലത് നമുക്ക് കിട്ടിയിട്ടേ ഇല്ല. അത് പല കാരണങ്ങളാലും അത് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി. കത്തിച്ചു കളഞ്ഞിട്ടുണ്ട് നമ്മുടെ കുറേ പുരാണങ്ങളൊക്കെ. ധാരാളം അത് ചിലതൊക്കെ കിട്ടിയിട്ടുണ്ട്. ശിവപുരാണം തന്നെ പൂർണ്ണമാണോ എന്ന് പറയാൻ എനിക്ക് ധൈര്യം പോരാ. കാരണം അതിൻ്റെ ആ രചനയുടെ അവസാനിക്കുമ്പോൾ പെട്ടെന്ന് നിർത്തിയ പോലെ എനിക്ക് തോന്നി. സാധാരണ പുരാണങ്ങൾ അവസാനിപ്പിക്കുന്ന പോലെയല്ല. പിന്നെ വിശദമായ വിവരങ്ങളും കാണുന്നില്ല പല സ്ഥലത്തും. അപ്പം അതുകൊണ്ട് ഭാഗവതം പോലെ പൂർണ്ണതയിലുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ അതേപോലെ ശിവപുരാണവും ആ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. പക്ഷെ എങ്കിലും ശിവപുരാണം വായുപുരാണം എന്നാണ് പറയുന്നത്. വായുപുരാണം എന്ന് പറയും ശിവപുരാണം. വായുദേവനാണ് പ്രചരിപ്പിച്ചത് എന്നാണ് ഈ ശിവന്റെ മഹത്വം. വായുപുരാണം എന്ന് ഭഗവാൻ
ഒരാളെ പറയാം. ഒരുപാട് അവതാരങ്ങളെ പറ്റി പറയുന്നു. ഏകാദശാവതാരം, 11 അവതാരം, പിന്നെ 19 അവതാരം, പിന്നെ ഒരു 10 അവതാരം വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. പിന്നെ തനിച്ചുള്ള അവതാരം. പക്ഷെ അതൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുള്ളൂ. ആ ഒരു സംഭവം എന്തിനാണ് അവതരിച്ചത്, അത് ചെയ്തു അങ്ങനെ വിളിക്കുന്നത്. പക്ഷെ അതിലെനിക്ക് ഏറ്റവും അധികം എൻ്റെ ശ്രദ്ധ ആകർഷിച്ച ഒരു 3-4 അവതാരങ്ങളെ കുറിച്ച് ആണിപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അത് ശിവപുരാണ അന്തർഗതമാണ്. എങ്കിലും അത് ഭാഗവതത്തിൽ പരാമർശിച്ചുകൊണ്ട് കുറച്ചും കൂടി എനിക്ക് വികസിപ്പിച്ച് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതിൽ രുദ്രനായിട്ടാണ് ആദ്യം തന്നെ അവതരിച്ചിരിക്കുന്നത്. രുദ്രൻ ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്ന് എന്ന് പറയുന്നത്. അതായത് സൃഷ്ടി, സ്ഥിതി, സംഹാരം, ഈ പ്രക്രിയ അനുസ്യൂതം അനവരതം നടക്കണമെങ്കിൽ ഈ പ്രപഞ്ചം നിലനിൽക്കും. അപ്പൊ ആ നിലയിൽ ബ്രഹ്മാവ് സൃഷ്ടിയുടെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു. സംരക്ഷണം മഹാവിഷ്ണുവിനെ ഏൽപ്പിച്ചു. അപ്പോൾ സംഹാരം ആരംഭിക്കണം എന്നൊരു സംശയം ബ്രഹ്മാവിനുണ്ടായി. അദ്ദേഹം ഭഗവാനെ തന്നെ മനസ്സിൽ ധ്യാനിച്ചപ്പോഴാണ് തൻ്റെ മുഖത്തിൽ നിന്ന് ഒരു രൂപം, ശിശുരൂപം പുറത്തേക്ക് വന്ന ഉടനെ ഉറക്കെ കരഞ്ഞതാണ്. ഉറക്കെ കരഞ്ഞു. കുട്ടനാടിൻ്റെ ഒരു പേരും വന്നു, രുദ്രൻ. രുദ്രൻ്റെ പേര് ഉറക്കെ കരയുന്നത്. എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്യണം? സംഹാരമാണ് എൻ്റെ സംഹാരം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും വധിക്കുക എന്ന അർത്ഥത്തിലല്ല ഈ സംഹാരം എന്നുള്ള വാക്ക് നമ്മൾ മനസ്സിലാക്കുക. സംഹരിക്കുക എന്ന് പറഞ്ഞാൽ ചുരുക്കി കൊണ്ടുവരിക. തുറന്ന കൊട കൂട്ടിക്കഴിഞ്ഞാൽ അത് സംഹാരം. വികസിപ്പിക്കുക, അത് സംഹരിക്കുക. വികസിച്ച ഏറ്റവും കൂടുതൽ വികസിപ്പിക്കാൻ വേണ്ടി വികസിപ്പിക്കുക, പിന്നെ അത് ചുരുക്കുക എന്ന് പറഞ്ഞാൽ പഴയ അവസ്ഥയിലേക്ക് എത്തിക്കുക. പഴയ അവസ്ഥയിൽ സൃഷ്ടിക്ക് മുമ്പ് എന്ത് അവസ്ഥയിലായിരുന്നോ ഈ സൃഷ്ടിജാലങ്ങളും ഒക്കെ ഉണ്ടായത്, ആ അവസ്ഥയിലേക്ക് എത്തിക്കുക. അതാണ് ഒരു മനുഷ്യനെ എങ്ങനെ സൃഷ്ടിച്ചു? പഞ്ചഭൂതങ്ങളെ കൊണ്ട് സൃഷ്ടിച്ചു. ആ പഞ്ചഭൂതങ്ങൾ നമ്മുടെ ശരീരത്തിലുള്ളത് കൊണ്ട് നമ്മൾ നിലനിന്നും പിന്നീട് അവസാനിക്കും. ആ ആയുഷ് കാലമാണ് നിയന്ത്രിക്കുന്നത്. എല്ലാം നിയന്ത്രിക്കുന്നത് കാലമാണ്. എപ്പോഴും മനസ്സിലുണ്ടാവണം. നമ്മയൊക്കെ നിയന്ത്രിക്കുന്നത് കാലം. ആ കാലം ഇത്ര വർഷം എന്നൊക്കെ കണക്കുണ്ട്. ഓരോന്നിൻ്റെയും അതിന് ആയുഷ് എന്ന് പറയുന്നത് ആയുഷ്കാലം. അത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ പദാർത്ഥങ്ങൾക്കും ആയുസ്സുണ്ട്. ആയുസ് അവസാനിക്കുമ്പോൾ അവയില്ലാതാണ്. എല്ലാം ഒന്നിനെ ഒഴിവ് കൊടുത്തിട്ടില്ല. എക്സംഷൻ, സ്ഥിരത കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ കാലം ആണ് ആ പഞ്ചഭൂതങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു വസ്തു അല്ലെങ്കിൽ ഒരു പദാർത്ഥം അല്ലെങ്കിൽ ഒരു ജീവൻ ഉണ്ടാകും, മനുഷ്യൻ്റെ ഉണ്ടാകും. പിന്നീട് അതിൻ്റെ കാലഘട്ടം അതിനെ വിഘടിപ്പിക്കുന്നു. ആ സംഘടിപ്പിച്ചതിനെ വിഘടിപ്പിക്കുന്നു. ഇന്റഗ്രേഷൻ ആൻഡ് ഡിസ്ഇന്റഗ്രേഷൻ. അത് ഡിസ്ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഓരോന്നോരോന്നായി എടുത്തെടുക്കുമ്പോൾ ഈ ശരീരം ജഡമായി ആ മരണാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ ആ വ്യക്തിയെ ശ്രദ്ധിച്ചാൽ ഈ വിഘടനം ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, ഈ 5 പദാർത്ഥങ്ങളാണ്. ഈ 5 പദാർത്ഥങ്ങൾ നന്നായി സംയോജിപ്പിച്ച് അവിടെ പ്രാണൻ പ്രവേശിച്ചു ജീവനായി. പ്രാണൻ എപ്പോഴാണോ വിടുന്നത് പെട്ടെന്ന് പോലെ പ്രാണന്റെ ആ വിടുന്നതിലല്ല, കുറച്ച് സമയമുണ്ട്. നമ്മൾ വിചാരിക്കും പെട്ടെന്ന് പോയിട്ട് ആവാറില്ല, നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമുക്കറിയില്ല, തിരിച്ചറിയാൻ. അതങ്ങനെ പോകുമ്പോൾ ഈ എന്താ പറയുക, ഉള്ളിലുള്ള ചൂട് അഗ്നികൾ പോയി, പിന്നെ തണുപ്പ് വന്നു, പിന്നെ മരവിപ്പ് വന്നു. ഇതൊക്കെ ആ ജലം, ഭൂമി എന്നുള്ള ആ പഞ്ചഭൂതങ്ങളുണ്ട്. അതിൽ ഓരോന്നോരോന്നായിട്ട് പോകണം. അതിൽ വായു, അതാണ് ശ്വാസം. പിന്നെ അഗ്നി, ചൂട് പോയി. ഈ അഗ്നിയാണ് നമ്മൾ നിലനിൽക്കുന്ന ചൂട്. നമ്മുടെ ശരീരത്തിൽ
എത്ര കാലം വരെയാണോ ചൂട് നിൽക്കുന്നത് അത്ര വരെ നമുക്ക് ആയുസ്. ചൂട് പോയി തണുപ്പ് വന്നാൽ മരിച്ചു. അപ്പൊ നമുക്ക് ഏതാണ് ആവശ്യം, ചൂടോ തണുപ്പോ? പക്ഷെ ഇപ്പൊ നമ്മളെല്ലാവരും ഇതിനെ ആഗ്രഹിക്കുന്നത് തണുപ്പ്. നമ്മുടെ വേഗം ജഡമായി ചൂടിനെ നിന്ദിക്കുന്നു. എന്തൊരു ചൂടാണ്, ഭയങ്കരമായ ഫാൻ പോലെ എ സി പോലെ വേറെ തന്നെ കണ്ടുപിടിക്കേണ്ടി വരുന്നവർ എ സി ഇട്ടിട്ടും ചൂട് പോകുന്നു. അത്രയും ശത്രുവായി. പക്ഷെ ജീവൻ ചൂടാണെന്ന് തിരിച്ചറിയുന്നില്ല. ഇവിടെ വളരെയധികം എന്താ പറയാ അറിവുള്ളവരാണ് എന്നൊക്കെ പറയുന്നത്. സാക്ഷരമാണ്, പഴയ തലമുറയേക്കാൾ നന്നായിട്ട് അറിയാതെ. പക്ഷെ ഇത് അറിയുന്നത് ഈ ജീവൻ വെക്കണോ ചൂട് വേണമെന്ന് എന്താ അറിയുന്നത്? അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സോളാറിന്റെ വിൽപ്പനയിലേക്ക് നടക്കുമോ? തണുപ്പിന് അപ്പൊ നിങ്ങൾ എ സി റൂമിലുള്ള ഭക്ഷണം കഴിച്ചാൽ ദഹിക്കുന്നില്ല. എ സി റൂമുണ്ട്, ഡൈനിങ് ഹാൾ എ സി റൂമുണ്ട് പറയുന്നു. പക്ഷെ അവിടെ എത്തി നിങ്ങൾ കഴിക്കുന്ന പദാർത്ഥങ്ങൾ മുഴുവനും ഫ്രിഡ്ജിൽ വെച്ച പോലെ അങ്ങനെ തന്നെ നല്ല ദഹിക്കാതെ പുറത്തിറങ്ങുന്ന തകർക്കണം ചൂടിൽ. അതെച്ചാൽ വലിയ ബുദ്ധിശക്തി വേണം, അതറിയാം. അതെല്ലാം അറിയാം. വയറിന് സുഖമില്ല, ഒരു ദഹിക്കുന്നില്ല, ധാരാളം. എ സി റൂമെന്നാ കഴിച്ചിരിക്കുന്നു. പക്ഷെ എങ്ങനെ ദഹിക്കുക? അല്പം ചൂട് കിട്ടുമോ നോക്കുകയാണ് ശരീരം. നമുക്ക് ദഹിപ്പിച്ച് കൊടുക്കായിരുന്നു. അത് സമ്മതിക്കുന്നില്ല ഈ വ്യക്തി. എ സിയിലേക്ക് തന്നെ പോകണം. എ സി ഡൈനിങ് പോകണം, നേരെ എ സി കാറിലേക്ക് പോകും. എ സി കാറിലേക്ക് നേരെ വീട്ടിൽ എ സി റൂമിലേക്ക് പോകും. എങ്ങനെ ദഹിക്കുക? ചിന്തിക്കുക. കാരണം ഇന്നത്തെ ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയുമായി നമ്മുടെ പുരാണങ്ങളിലെ സംഭവങ്ങളെ ബന്ധിപ്പിക്കുക എന്നതാണ് എൻ്റെ പ്രഭാഷണ ശൈലി. അല്ലാതെ പഴയ പുരാണം മാത്രം പറഞ്ഞ കാര്യമില്ല. അതെങ്ങനെ ഈ കാലഘട്ടത്തിൽ നമുക്ക് അനുയോജ്യമാകുന്നു എന്നത് കൂടി ചിന്തിച്ചിട്ട് പറയുക എന്നൊരു ശൈലി ആണ് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ എടുത്തെടുത്ത് പറയുന്നത്. ശിവപുരാണ അവതാരം ആചാര്യം പറഞ്ഞു പോയാൽ പോലെ. അതുകൊണ്ടെന്താ കാര്യം? ഒരു കഥ കേട്ട് നിങ്ങൾ പിരിഞ്ഞു പോയി. പക്ഷെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് മനസ്സിലാക്കിയോ? ഇല്ല. ഒരു സിനിമ കണ്ടതുപോലെ. അപ്പോൾ ചൂട് ആണ്. അപ്പൊ ഒരാൾ റോഡിൽ വീട് കിടക്കാന്ന് വിചാരിക്കാം. ഓടിച്ചെന്നിട്ട് ഇത് തൊട്ട് നോക്കും, ചൂടില്ലാട്ടോ, തണുത്ത് പോയി. അതിൻ്റെ അർത്ഥം എന്താ? ജീവൻ പോയി, ജഡമായി, എന്നൊരു രക്ഷയില്ല. അപ്പൊ അവിടെ ആ ചൂട്. പിന്നെ ജലാംശം പോയി, വിറങ്ങലിക്കാതെ ജലത്തിന്റെ പ്രപഞ്ചത്തിൽ വായു നേരത്തെ പോയി ശ്വാസം. പിന്നെ അവിടെ ആകാശമുണ്ട്, സ്പേസ്. ആ ശരീരം അതുപോലെ നിന്ന് ആ സ്പേസ്. പിന്നീട് നമ്മൾ ഭൂമിയിൽ അത് ലയിപ്പിക്കുകയാണ്. കത്തിച്ചിട്ടോ അല്ലെങ്കിൽ ഭൂമിയിലേക്ക് അത് ലയിപ്പിക്കും. അതോടുകൂടി ആകാശം ആ ഇടവും ഇല്ലാതെ സൂക്ഷിച്ചു നോക്കാൻ മരണം എന്ന് പറയുന്ന പ്രക്രിയ ഈ 5 ഭൂതങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ പരമശിവനാണ് വിഷയം. അതുകൊണ്ട് സംഹാരം കാര്യം ഞാൻ പറയുന്നത്. ഇവിടെ വിഷ്ണു പുരാണത്തിൽ പ്രസക്തിയില്ല, സൃഷ്ടികാര്യത്തിൽ പ്രസക്തിയില്ല. സംഹാരം കർമ്മം എങ്ങനെ നടക്കുന്നു ശാസ്ത്രീയമായിട്ട്. ഏതൊരു പദാർത്ഥവും സൃഷ്ടിക്കപ്പെട്ടാൽ അത് ഇത്ര കാലം കഴിഞ്ഞാൽ അത് സ്വയം തന്നെ ഇല്ലാതായി തീരണം എന്നുള്ളതാണ് നിയമം. ഏത് വസ്തുവും സൃഷ്ടിക്കപ്പെട്ടാൽ അത് പഴയ അവസ്ഥയിലേക്ക് പോകും. അതാണ് സൃഷ്ടി, സ്ഥിതി, സംഹാരം. ആ സംഹാര കർമ്മം നടന്നില്ലെങ്കിൽ ആകെ ബുദ്ധിമുട്ടാണ്. പ്രപഞ്ചം മുന്നോട്ട് പോകില്ല. അപ്പൊ ഈ അനേകായിരം കോടി വൃക്ഷങ്ങളുണ്ട്. അതിൽ നിന്ന് വീഴുന്ന ഇലകൾ ഭൂമിയിലേക്ക് വീഴും. ആ വീഴുന്ന ഇല സംഹരിക്കപ്പെടുന്നില്ലെങ്കിൽ എന്തായാലും സ്ഥിതി ഇലകളായിരിക്കും. പക്ഷെ അങ്ങനെ സംഭവിക്കുന്നുണ്ടോ? ഇല്ല. അത് താഴെ വീണോ അത് ഭൂമി ഏറ്റെടുക്കും, ഉണങ്ങി അത് ഭൂമിയിലേക്ക് ലഭിച്ചു.
ഇത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയത് അടുത്ത കാലത്താണ്. നമ്മുടെ ആധുനിക ശാസ്ത്രജ്ഞന്മാർ സൃഷ്ടിയും സംരക്ഷണത്തിനും മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു പുതിയ വസ്തുവിനെ സൃഷ്ടിച്ചു, പ്ലാസ്റ്റിക്. പക്ഷെ സംഹാരം ഇതിന്റെ തത്വം കുട്ടികൾ ആളുകൾക്ക് വളരെ ഉപകാരമായി പ്ലാസ്റ്റിക് ധാരാളമാണ്. പിന്നെ അത് ഉപയോഗം കഴിഞ്ഞ് പുറത്ത് കളയുമ്പോഴാണ് സംഹാരം എന്ന തത്വത്തിന് ബാധകമായിട്ടുള്ള മനസ്സിലായി. എവിടെ നോക്കിയാൽ ഇതിനും കിടക്കും. മാലിന്യം കൂടാൻ ഏറ്റവും പ്രധാന കാരണം പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയ വസ്തു. അപ്പൊ അത് ഉടനെ നശിപ്പിക്കണം എന്നായി. എവിടെ നശിപ്പിക്കാൻ പറ്റില്ല. വെള്ളം വേണ്ടെന്ന് പറയുന്നത് കൃത്രിമാണ്, ഞാൻ സ്വീകരിക്കില്ല എന്ന് വെള്ളം പറയുന്നത്. അഗ്നിയിൽ നിർമ്മിച്ചാൽ അത് വേറെ രീതിയിൽ നെഗറ്റീവായ ശ്വാസങ്ങൾക്ക് വിഷമം വരും. അതുകൊണ്ട് കത്തിക്കാൻ പാടില്ല. പിന്നെന്താ ചെയ്യാം? ഇങ്ങനെ കൂട്ടിവെച്ച് കഴിഞ്ഞാൽ സ്ഥിതി എന്തായാലും ഭൂമി. അപ്പോൾ അത് നിരോധിക്കേണ്ടി വന്നു. അതാണ് ഉത്പാദനം വേണ്ടാന്നൊക്കേണ്ടി വന്നു. അപ്പൊ പഴയ കാലത്തുള്ള സൃഷ്ടികർത്താക്കൾക്കാണോ ബുദ്ധി, അതല്ല ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാർക്കാണോ ബുദ്ധി? ആർക്കാണ്? നിങ്ങൾ തന്നെ തീരുമാനിക്കുക. സംഹാര തത്വം എന്താണെന്ന് മനസ്സിലാക്കാതെ എങ്ങനെ ഒരു ഗവൺമെന്റിന് അതിന് അനുവാദം കൊടുത്തു? ഏതൊരു ഉത്പാദിപ്പിക്കുമ്പോൾ അവിടെ ലൈസൻസ് വേണം, അതിന്റെ ഉപയോഗം എങ്ങനെയാണ്, അതെങ്ങനെ ഇല്ലാതാകണം എന്നൊക്കെ മനസ്സിലാക്കിയ ശേഷം ഒരു ഉൽപ്പന്നത്തിന് ലൈസൻസ് കൊടുക്കാൻ പാടുള്ളൂ. പ്രകൃതി തന്നെ അത് ചെയ്യുന്നത് സൃഷ്ടി സ്ഥിതി സംഹാരം. അവിടെ ആർക്കാ തെറ്റുപറ്റി? ഗവൺമെന്റിന് തെറ്റുപറ്റി, ശാസ്ത്രജ്ഞന്മാർ തെറ്റുപറ്റി. അതിന്റെ ദൂഷ്യം ഇന്നും നമ്മൾ അനുഭവിച്ചുകൊണ്ട് വരിക. സംഹാരം അത്യാവശ്യമാണ്. ഒന്നുണ്ടായാൽ അതില്ല, ജനിച്ചാൽ മരിക്കണം. യാഗശ്ശേരി ധ്രുവം ജന്മബദ്ധ. ജനിച്ച് കഴിഞ്ഞാൽ മരണമോ. ഒരു ചെടി ഉണ്ടായാൽ അത് ഇല്ലാതാവും. ഈ പ്രപഞ്ചം ഉണ്ടായതാണ്, അത് ഇല്ലാതാവും. ഇതിന് ശാശ്വതമില്ല. ഒരാളും ശാശ്വതമല്ല. പക്ഷെ ആ ചിന്ത ഒരിക്കലും മനുഷ്യന്റെ ഉള്ളിലേക്ക് വരുന്നില്ല. അതാണ് ഏറ്റവും വലിയ തമാശാക്കളാണ് പറയാം ഇന്നത്തെ കാലഘട്ടം. ഓരോരുത്തരും എത്രയോ കാലം ജീവിക്കുന്നു എന്ന നിലയിലാണ് ഓരോ പ്രൊജക്റ്റുകൾ തയ്യാറാണ്. പക്ഷെ എത്ര കാലം ഇരിക്കാൻ പറ്റും? എത്ര കാലം കൊണ്ടുപോകണം? ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇടയ്ക്ക് ചിന്തിക്കേണ്ടതാണ്. നമുക്ക് കുറച്ചു കാലം ജീവിക്കുന്നുള്ളൂ. അതേ അങ്ങനെ വിചാരിച്ചാൽ മതി. അതിൻ്റെ ഇടയിൽ എന്തൊക്കെ നല്ലത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാം. കാമം, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യം ഒക്കെ ഒഴിവാക്കുക. കാരണം അതിനൊക്കെ സമയം കണ്ടാൽ പിന്നെ ആയുസ് നല്ല കാര്യം ഉണ്ടാവില്ല. അസൂയപ്പെട്ടിട്ട് കാലം കുറെ കഴിഞ്ഞു പിന്നെ ആരും ചെയ്യോ ഞാനൊന്നും ചെയ്യും, അവിടെ കാര്യം ആയുസ് കഴിയാതെ. ദുഷ്കർമ്മങ്ങൾ കുറേ ചെയ്തു, അത് നല്ലതാക്കി മാറ്റണമെങ്കിൽ അതിന് സമയമില്ല. ഈ ദുഷ്ടകർമ്മം ചെയ്യാൻ തന്നെ അതിന് സമയം കുറവ്. ഈശാവാസ്യോപനിഷത്തില് ഒരു ശ്ലോകത്തിലുണ്ട്, ക്രതോ സ്മരൻ കൃതവും സ്മരൻ. ക്രതോ എന്ന് പറഞ്ഞ മനസ്സെ, തന്റെ സ്വന്തം മനസ്സിനെ വിളിക്കുകയാണ്. ആരൊരു സാധകൻ എന്താ വേണ്ടതെന്ന് മനസ്സ് ചോദിക്കുന്നത്. മനസ്സിനോട് ഒരു അപേക്ഷയാണ്. ആ സാധകന്റെ സ്ഥിതി മരിക്കാൻ ഏതാനും നിമിഷങ്ങൾ ബാക്കിയുള്ള സമയത്താണ് തൻ്റെ മനസ്സിനെ വിളിക്കുന്നത്. കുറച്ചു കഴിഞ്ഞാൽ എൻ്റെ ശരീരം ഭസ്മമായി തീരും ആ നിമിഷങ്ങൾ. അതുകൊണ്ട് എൻ്റെ മനസ്സെ എനിക്ക് ഒരു ഉപകാരം ചെയ്യണം. ഞാൻ ചെയ്ത സൽക്കർമ്മങ്ങളൊക്കെ ഒന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരും. ഞാനതിങ്ങനെ സ്വപ്നം പോലെ കണ്ടുകൊണ്ട് സന്തോഷിച്ചിട്ട് ഞാൻ പോട്ടെ. കൃതോസ്മരം കൃതവും. അതത് ആ സാധകൻ നല്ല കർമ്മങ്ങൾ ചെയ്തതുകൊണ്ടാണ് മനസ്സിനോട് അങ്ങനെ അപേക്ഷിക്കാൻ ധൈര്യം കാണിച്ചത്. അതല്ല
ചെയ്തത് മുഴുവനും ദുഷ്കർമ്മമാണെങ്കിൽ മനസ്സേ ഓർമ്മിക്കരുതേ, എൻ്റെ കഴിയാറായി. അപ്പോഴാണ് നരകത്തിനെ പറ്റിയൊക്കെ പോകുന്നത്. ഇത് കഴിഞ്ഞാൽ ഒരു നരകലോകം. ഇതുവരെ അതില്ല ഇല്ലാന്ന് പറഞ്ഞതാണ്. പക്ഷെ ഉണ്ടാവോ? എല്ലാവരും പുരാണങ്ങൾ എവിടെ പറയുന്നു, എല്ലാ മതങ്ങളും പറയുന്നു അവിടെ എന്തൊക്കെ ശിക്ഷ. ഞാൻ ഇന്നെന്ന തെറ്റുകളൊക്കെ ചെയ്തു പോയിട്ട് അതിൻ്റെയൊക്കെ ശിക്ഷ എനിക്ക് ഏൽക്കേണ്ടി വരില്ലേ? അതാണ് ചില ആളുകൾ നിലവിളിക്കുന്നത്. ഇരിക്കാനോ ഇല്ലേ? ചിലർ വളരെ ശാന്തമായി പ്രശാന്തമായിട്ടാണ് പറയുന്നത്. കാരണം സൽക്കർമ്മം അവർ പുനർജന്മമുണ്ടോ? അന്ന് ജന്മം. അപ്പൊ ഏതാ വേണ്ടത്? സൽക്കർമ്മം, ദുഷ്കർമ്മം? ചിന്തിച്ചോ. കാരണം നമ്മുടെ പുരാണങ്ങളിൽ എങ്ങനെയാണ് ഈ ജീവിതം എന്ന് പറയുകയും എങ്ങനെയാണ് നിങ്ങൾ ജീവിച്ച് മുന്നോട്ട് പോകേണ്ടതൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷെ ആ ഗ്രന്ഥങ്ങൾ ആരും ഒന്നും മറിച്ചു നോക്കുന്നില്ല. മറ്റു പല ഗ്രന്ഥങ്ങളും ഇല്ലല്ലോ, വായിക്കുന്നില്ല. ഒക്കെ ഈ ഇന്റർനെറ്റ് വഴികളിൽ മാത്രം ശ്രദ്ധിക്കുന്നു. ഇത് അപകടകരമാണ്. ഇതിനുള്ള തലമുറ ശ്രദ്ധിക്കുക. ഇന്റർനെറ്റിൽ വരുന്നതിന് ഒന്നും തന്നെ സാങ്കത്യമില്ല, അതിന് അടിസ്ഥാനമില്ല. നമ്മുടെ വേദേതിഹാസങ്ങൾക്കും പുരാണങ്ങൾക്കും മാത്രമേ ഇത്രയും കാലം അടിസ്ഥാനപരമായി ജനങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അതാണ് ആത്മീയത. പുരാണങ്ങൾ മാറ്റിവെക്കപ്പെടേണ്ട ഗ്രന്ഥങ്ങളല്ല, പഠിക്കേണ്ട ഗ്രന്ഥങ്ങളാണ്. ചെറുപ്പം മുതൽ തന്നെ പഠിക്കണം. കുറെ പ്രായമായ ചിലർ കാണാം ആ പഴയ പുസ്തകങ്ങൾ എടുക്കണം, വായിച്ചൊന്നും മനസ്സിലാവില്ല. കാഴ്ച ശക്തി പുറത്തും ശരിയും കേൾക്കാതെ ഈ സമയത്ത് എന്ത് വായിച്ച് മനസ്സിലാക്കാം? ചെറുപ്പം മുതൽ തന്നെ കുട്ടികളെ 1ാം ക്ലാസ് മുതൽ തന്നെ അതിനനുസൃതമായ ഈ പുരാണ കഥകളും കാര്യങ്ങളും പറഞ്ഞു. അങ്ങനെ ഒരു കുട്ടിയെ നമ്മളൊന്ന് പരീക്ഷിച്ചു. ഒരു പരീക്ഷണം നമുക്കെന്നെ ചെയ്യാമല്ലോ. 2 3 ഒരു കുട്ടി ഇങ്ങനെ വളർത്തുന്നു, മറ്റേ കുട്ടികൾക്ക് ഇഷ്ടം പോലെ വളർന്നു. ഇത് രണ്ടും കൂടി കുറെ കാര്യം എഴുതാമ എന്തായിരിക്കും ആൾക്കായിരിക്കും, ഏത് കുട്ടിയായിരിക്കും കൂടുതൽ എഫക്റ്റീവായിട്ട് സമൂഹത്തെ സേവിക്കുന്നത്, പ്രവർത്തിക്കുന്നത്? നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാം. അപ്പൊ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഇതൊക്കെ കേട്ടറിഞ്ഞത് കൊണ്ട് ഇതുവരെ ഞങ്ങളുടെ ജീവിതം അങ്ങനെ പോയി. ചെറുപ്പത്തിൽ കിട്ടുള്ളൂ, അല്ലാതെ റിട്ടയർ ചെയ്തതിനു ശേഷമൊന്നും ആചാര്യത്തിൽ പഠിച്ചത്. അതായത് കൂട്ടി വായിക്കാൻ അറിയുന്ന ആ കാലഘട്ടം മുതൽ പുരാണങ്ങൾ വായിച്ചോളാം. വീട്ടിൽ നിർബന്ധമാണ്. അതിന്റെ ഭക്ഷണം തരികയാണ്. അവിടെ യാതൊരു ദയാകാഴ്ചയും എൻ്റെ അച്ഛനമ്മമാർ കാണിച്ചിട്ടില്ല. ഇന്ന് പുരാണമൊക്കെ മാറ്റിവെക്കുക, ഭക്ഷണം കഴിക്കാന്നാണ് ആദ്യം തന്നെ കുട്ടികൾക്ക് പറഞ്ഞത്. അതേത് ഭക്ഷണം കഴിക്കാന്നാണ്, തിരിഞ്ഞ് കഴിക്കാത്തത് മുഴുവൻ കഴിക്കാൻ. ആ കുട്ടികൾക്ക് ഇത് പുരാണം വായിക്കാൻ അവസരം കൊടുക്കുമോ? വ്രതം എടുക്കാൻ പറയും. വ്രതം എടുത്താൽ ചിലത് വേണ്ടാന്നൊക്കെ അതുകൊണ്ട് വ്രതം വേണ്ട. കാരണം അപ്പോഴൊന്നും ഭക്ഷണം തോന്നിയ പോലെ കഴിക്കാൻ പറ്റില്ല. വെജിറ്റേറിയൻ ആവണം. അയ്യോ, അതില്ലാതെ ഒരു ദിവസമല്ല, ഒരു നേരം പറ്റില്ല. കുട്ടികൾ വ്രതം എടുക്കുന്നുണ്ടോ? ഇല്ല. ഞാൻ പല സ്ഥലത്തും പ്രഭാഷണം നടത്തുമ്പോൾ ചോദിക്കും, വ്രതമാണ് കുട്ടികൾക്ക് അറിയില്ല. എന്നിട്ട് സമയാസമയത്ത് ഭക്ഷണം കൊടുക്കുക, അസമയത്ത് കൊടുക്കേണ്ടി വരുന്നുണ്ടോ ഭക്ഷണം? ഈ കുട്ടികൾ വളർന്ന് വലുതായ എന്തായാലും സ്ഥിതി വരും തലമുറയെ പറ്റി നമ്മുടെ കാര്യം മാത്രം നടത്തിച്ചു കൊടുക്കണം. സുഖമായിട്ട് പോയാൽ പോലെ നമ്മൾ ഒരാളൊക്കെ കേട്ട് സംഭവിച്ചത്. കുട്ടികളോ അവർക്ക് വേണ്ടേ ചെയ്യണം. അവർക്ക് നിങ്ങളെ പോലെ വളർന്ന് വലുതായി കുടുംബജീവിതങ്ങളൊക്കെ നയിക്കേണ്ട. അവർക്ക് വെറും ഈ ഫിസിക്സ് എന്നും കെമിസ്ട്രി എന്നും ബയോളജി എന്നും ബോട്ടണി എന്നൊക്കെ എന്തും കിട്ടുമോ? മെഡിസിന് കിട്ടുമോ? എഞ്ചിനീയറിംഗിന് കിട്ടുമോ? ജീവിതം എന്ന് പറയുന്നൊരു ശാസ്ത്രമുണ്ട്, ഇല്ലേ? അങ്ങനെ ശാസ്ത്രമില്ലേ? അതാണ് ആദ്യം പഠിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് സബ്സിഡറിയാണ് ബാക്കിയൊക്കെ. ഏത് ശാസ്ത്രത്തിൻ്റെ ജീവിതം മെയിൻ സബ്ജക്റ്റും ബാക്കിയുള്ളതൊക്കെ സബ്സിഡറി. ഈ സബ്സിഡറിയാണ് ഇപ്പോൾ മെയിനായിട്ട് എടുക്കുന്നത്. ജീവിതം സബ്സിഡറിയുടെ സ്റ്റാറ്റസ് പോലും കൊടുക്കാതെ ഒഴിവാക്കുക, തീരെ ഒഴിവാക്കുക. വിഷമം കൊണ്ട് പറയുന്നത്
എവിടെ അവരൊക്കെ പോകുന്നത്? ഒരൊറ്റ കുട്ടിയുണ്ടാവും. പേടിക്കണ്ട, കേരളത്തിൻ്റെ സ്ഥിതിയാണ്. ഇവിടുത്തെ മാത്രമല്ല, ഒരു പ്രായം കഴിഞ്ഞവര് മാത്രം. അപ്പൊ പറയും സ്കൂൾ തുറന്നില്ല, അതിൻ്റെ തിരക്കിലാണ്. ഇന്നലെ ഉണ്ടായിരുന്ന അവധിയില്ല, ഇന്നലെ സ്കൂളിലായിരുന്നു, കോളേജിൽ മന്നഞ്ചേരി ഇവിടെ കണ്ടില്ലല്ലോ. അപ്പൊ ആ വാദം കൊടുത്തില്ലേ? ഞായറാഴ്ച ഇല്ല, ആചാര്യ സംസ്ഥാന ആചാര്യനാണ്, എന്തായാലും ഞായറാഴ്ച ഹോളിഡേ വരും. ഇല്ല, പഴയ ആളുകളെ പ്രായമുള്ളവർ ഞാനതിന് നിർബന്ധിച്ചു കൊണ്ടുവരാൻ പറയും. അപ്പോഴും തലതാഴ്ത്തുന്നു അച്ഛനും അമ്മമാര്, നിങ്ങൾ തലതാഴ്ത്ത. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്കൊന്നും കുട്ടികളില്ലേ, വേറെ കുട്ടികളില്ലേ? അപ്പോഴും തലതാഴ്ത്തും. അടുത്ത തലമുറയെ പറ്റി ചിന്തിക്കാത്തത്. നമ്മുടെ സംസ്കാരം എന്നൊക്കെ നമ്മൾ ഗംഭീരമായി ഉദ്ഘോഷിക്കുന്നു. ഇതിനാരുടെ കയ്യിൽ ഏൽപ്പിക്കുക? ഇത്തരം പരിപാടികൾ നടക്കുമ്പോൾ തിരിഞ്ഞു നോക്കാത്ത ആ തലമുറയിലേക്കാണ് ഇത് ഏൽപ്പിക്കേണ്ടത്. ചിന്തിക്കാം. ഇത്രയും കാലം നമ്മുടെ പൂർവികന്മാർ നമുക്ക് കൈമാറിയ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ കയ്യിൽ എത്തിയിരിക്കുന്നു. അപ്പൊ നമ്മുടെ കയ്യിലാണ്. അത് നിങ്ങൾ ആർക്കാണ് ഏൽപ്പിക്കേണ്ടത്? അടുത്ത തലമുറ, അടുത്ത കുട്ടികളെ ഏൽപ്പിക്കുന്നുണ്ടോ? ഏൽപ്പിക്കാൻ സാധിക്കുമോ? ഇവിടുത്തെ കുട്ടികളൊക്കെ നാടുകളിലാണ്, വിദേശം മതിയാവല്ലോ, കേരളത്തിൽ വേണം. അച്ഛനും അമ്മയ്ക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വളർന്ന് 18 വയസ്സാക്കിയാൽ മതി. ഓക്കെ, ടാറ്റ. സംസ്കാരം, ഉത്സവം, ക്ഷേത്രം എല്ലാം ആയിക്കോട്ടെ. ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് ഉല്ലസിച്ചിട്ട് രണ്ട് കൊല്ലം കുറെ ഇംഗ്ലീഷും പറയുന്നത് അത് പറഞ്ഞുകൊണ്ട് ചില അമ്മമാരെ എൻ്റെ കുട്ടിക്ക് മലയാളമൊന്നും അറിയില്ല, പക്ഷെ എന്താ ഫ്രഞ്ച് സംസാരിക്കുന്നത്, ജർമ്മൻ വളരെ കൂടുതലാണ്. അതുകൊണ്ട് എന്താ കാര്യം? ജർമ്മനിയിലൂടാണ് ഇത് പഠിക്കാൻ. എന്നാ ശരി, എക്സ്ചേഞ്ച് ആണ് പോട്ടെ. ജർമ്മൻകാർക്ക് മലയാളം പഠിക്കാം, മലയാളം ഇല്ല. അങ്ങനെ നമ്മുടെ ഈ മലയാളം അന്യം നിൽക്കുന്ന കാലം അതിവിദൂരമല്ല. എത്രയോ ഭാഷകൾ ഇപ്പോൾ ചത്തോണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ മലയാളം എന്നാണ് ചെന്ന് ചേരുക എന്ന് പറയാം. ക്ഷേത്ര സംസ്കാരത്തിന്റെ പുരോഗതി എങ്ങനെ ഉണ്ടാവും? ഈ വരും തലമുറ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഇതിപ്പോ ഇവിടെ അതിരിദ്ര മഹായജ്ഞം മഹായജ്ഞമൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അതറിയുന്ന ആ ഒരു തലമുറയുടെ പഴയ തലമുറയ്ക്കുള്ളതുകൊണ്ടാണ്. കുറച്ചു കാലം കഴിഞ്ഞാൽ ഈ പുതിയ തലമുറയൊക്കെ വിദേശത്ത് പോയി അല്ലെങ്കിൽ ഇതിനോട് താല്പര്യമെങ്കിൽ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തില്ലേ? അപ്പോഴും ചിലരോട് ചോദിച്ച പറഞ്ഞാൽ അതിനുള്ള ഒറീസക്കാരുണ്ട്, ബംഗാളികളുണ്ട്. നോക്കുമ്പോൾ അപ്പോഴും അവരവൻ പഠിക്കണമെന്നല്ല, വേറെ ആൾ വിളിച്ചു. ഇതൊരാൾ പറഞ്ഞല്ലോ, ഇവിടെ അരിയില്ല, അത് തമിഴ്നാട്ടിലുള്ള അരി എന്നാ പറയുന്നത്. ഇവിടെ കൃഷി ചെയ്തതിന് വികസിപ്പിക്കണം എന്നല്ല, തമിഴ്നാട്ടുകാർ നമ്മളെ പോലെ മലയാളികളുടെ കൃഷികളുണ്ടല്ലോ, അത് സ്വന്തമായി കഴിയുന്നതല്ല. ആറുകളൊക്കെ നമ്മൾ എന്തിനാ ഈ ചേർന്നൊക്കെ കഴിഞ്ഞ ആവശ്യം തമിഴിനും തെലുങ്കിലും വിചാരിച്ചൂടെ? പുതിയ തലമുറ എവിടെ നിന്ന് അല്ല, ഇപ്പോ മലയാളികളെ പോലെ തന്നെ ചിന്തിച്ചൂടാന്ന് പറയാൻ പറ്റില്ല. തമിഴ്നാട്ടിലും കർണാടകക്കാർക്കും അല്ലേ? അത് അവരെ കുട്ടികളിൽ ചട്ടികളൊക്കെ നമുക്ക് മലയാളി കുട്ടികൾ ഇഷ്ടപ്പെട്ടിട്ട് മനസ്സിലാക്കി നോക്കി ചട്ടികളിൽ നമ്മുടെ മാതൃകയാണെങ്കിലോ ചിന്തിക്കാം. അപ്പൊ നമ്മുടെ ഒരു ഉത്തരവാദിത്വം ഇത്തരത്തിലുള്ള പുരാണങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ നമ്മുടെ കുട്ടികളിലേക്ക് നിർബന്ധമായി പറഞ്ഞു കൊടുക്കണം. നിർബന്ധമായി അത് വളരെ കാര്യം. അപ്പൊ ഇവിടെ ഭഗവാൻ രുദ്രനായിട്ടാണ് ആദ്യം. ഈ രുദ്രനെ പറ്റിയൊക്കെ വേദങ്ങളിലുമൊക്കെ പ്രത്യേകമായി പറയുന്നുണ്ട്. രുദ്രൻ സംഹാരകർമ്മം, അതായത് സൃഷ്ടിച്ച വസ്തുക്കളെ വിഘടിപ്പിച്ച് പഴയ അവസ്ഥയിലേക്ക് തന്നെ. ഇപ്പൊ മണ്ണിൽ നിന്ന് കുടമുണ്ടാക്കണം,
മണ്ണ് സൃഷ്ടിക്കുന്ന ഒരു പദാർത്ഥമാണ്. അതിൽ നിന്ന് കുടമുണ്ട്. കുട കുറച്ച് കാലം കഴിഞ്ഞ് ഉടഞ്ഞു പോയി. അതെവിടെയാണ്? മണ്ണിലേക്ക് വരുന്നത്. ആ ഉടഞ്ഞ മണ്ണിലേക്ക് പോകുന്ന പ്രക്രിയ എന്താ പറയുക? സംഹാരം. കൊല്ലതല്ല. സ്വർണത്തിൽ നിന്ന് പലതരത്തിലുള്ള ആഭരണങ്ങൾ ഉണ്ടാകും. സ്ഥിതി ആഭരണം സൃഷ്ടിക്കുന്നത് അതിൻ്റെ അവശ്യ സാധനങ്ങൾ സ്വർണം എന്നല്ലോ. അത് പല രൂപത്തിലായി പരിഗണിക്കുമ്പോൾ രൂപമായി മാറും. അത് കുറേ കാലം നമ്മൾ അണിയും. പിന്നീട് അത് ഉരുട്ടിക്കഴിഞ്ഞാൽ എന്താവും? വീണ്ടും സ്വർണമായി ആ പഴയ അവസ്ഥ. ഇതാണ് സൃഷ്ടി, സ്ഥിതി, സംഹാരം. അതിൽ ഏറ്റവും അത്യാവശ്യമാണ് ഈ സംഹാരം. സംഹാരം നിലച്ചാൽ സൃഷ്ടിയില്ല, സംരക്ഷണം. ജനിച്ചവരാരും മരിക്കുന്നില്ലെങ്കിൽ എന്തായാലും സ്ഥിതി. വെറുതെ രസത്തിന്റെ സങ്കല്പത്തിലും 100 വയസ്സായി, 120ആയി, 200ആയി, 300ആയി, ഇനി ആളുകൾ എങ്ങനെ ഇരിക്കുന്നു. അപ്പോഴാണ് ഒരു സയന്റിസ്റ്റ് പറഞ്ഞ് പ്രായം കൂടുന്നതോറും ശരീരത്തിൻ്റെ ആ രൂപം കുറഞ്ഞുകൊണ്ട് വരുന്നത്, ചെറുതായി പോയി. ഒരു 150 വയസ്സായാൽ കയ്യിലെടുത്ത് നടക്കാവുന്ന രൂപത്തിലായിട്ട് മാറും. ഒരു 200ആയി കഴിഞ്ഞാൽ ഒന്നുമില്ല, ചെറിയ തവളയുടെ. ഈ മനുഷ്യൻ ആ ഒരു രൂപത്തിൽ നമുക്ക് സങ്കല്പിക്കാനും പറ്റില്ല. അതുകൊണ്ടാണ് 100-120 ആകുമ്പോഴേക്ക് പോയി കഴിഞ്ഞു. കുറേ ആയുസ് ഉണ്ടോ? ഈ രൂപമൊക്കെ എന്തൊക്കെ രൂപത്തിലായിട്ട് എന്തെന്താ കാര്യം? സൃഷ്ടി, സ്ഥിതി, സംഹാരം നന്നായിട്ട് നടക്കുന്നുണ്ട്. ഒരു പ്രശ്നം. മഹാബുദ്ധിമാന്മാരായ ഋഷിമാർ ഇതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തെ സയന്റിസ്റ്റുകൾ മനസ്സിലാക്കിയിട്ടില്ല. പറയുന്നതിൽ വിഷമമുണ്ട്. അവർക്ക് പ്രപഞ്ചം എന്താണെന്ന് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. അവരൊക്കെ വർഗീകരണമാണ്, ക്ലാസിഫൈ ചെയ്യാണ്. പക്ഷേ പഴയ നമ്മുടെ മഹർഷിമാരൊക്കെ ഇതിനെ ഒന്നിച്ച് സമഗ്രമായിട്ട് കാണാനാണ് ആഗ്രഹിക്കുന്നത്. പ്രപഞ്ചം ഇതെല്ലാം ഒന്ന് തന്നെ എന്നതിലേക്കാണ് കാണുന്നത്. പക്ഷെ ഇന്നത്തെ സയന്റിസ്റ്റുകൾ ഓരോന്നിനെ വേർപെടുത്തിയിട്ടാണ്, അല്ലേ? അതാണ് നമ്മുടെ മഹർഷിമാർ ഇപ്പോഴത്തെ സയന്റിസ്റ്റുകളുടെ വ്യത്യാസം. സകല ചരാചരങ്ങളും ഒന്നിൽ നിന്നും തന്നെയാണ്. പലരും ചോദിക്കും, ഹിന്ദു മതത്തിൽ ധാരാളം ദൈവങ്ങളുണ്ടല്ലോ, ഞങ്ങളുടെ മതത്തിൽ ഒന്നേ ഉള്ളൂ. ഞാൻ ചോദിക്കും, എവിടെ ഹിന്ദു മതത്തിൽ ധാരാളം ദൈവം? ഞാൻ പഠിച്ചിടത്തോളം ഒറ്റ ദൈവമേ ഉള്ളൂ. അതാണ് ബ്രഹ്മം. എല്ലാം ബ്രഹ്മത്തിലേക്ക് പിന്നെ ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾ ആരാധിക്കണം, അത് വിഗ്രഹം. ബ്രഹ്മത്തെ കാണാൻ പറ്റില്ല. കാണാൻ ഒന്നിനെ എങ്ങനെ മനസ്സിലേക്ക് ധ്യാനിക്കുക? അപ്പൊ അതിനൊരു രൂപം കൊടുക്കും. ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ദേവതകളോ. അതാണ് വിഗ്രഹാരാധന. പക്ഷെ ദൈവം ഒന്നേ. നിർഗുണ നിരാകാരമായ രൂപമില്ല, രൂപരഹിതം, കാണാനും പറ്റില്ല. മറ്റു മതങ്ങളും അങ്ങനെ തന്നെയാണ്, ദൈവത്തെ കാണാൻ പറ്റില്ല. അപ്പൊ ഇവിടെ ഒരു വ്യത്യാസം. ആ തലത്തിൽ ചിന്തിക്കുമ്പോഴേ മനസ്സിലാക്കാൻ പറ്റും. നമ്മളൊരു ഘട്ടത്തിന്റെ അറ്റം വരെ നിന്നിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ്, മുന്നോട്ട് പോകുന്നില്ല. ഇപ്പൊ ആളുകൾ ധാരാളം നാരായണം വായിക്കുന്നുണ്ട്, വിശ്വാസപാരായണം ചെയ്യുന്നുണ്ട്, രാമായണം വായിക്കുന്നുണ്ട്, ഒക്കെ ശരിയാണ്. പാരായണം മാത്രമേ ഉള്ളൂ. അത് മനസ്സിലാക്കുന്നുണ്ടോ? വിഷ്ണുസഹസ്രനാമം ഞാൻ ഒരാളോട് ചോദിച്ചപ്പോൾ ഒരു അമ്മ പറയണം, അയ്യോ അതെനിക്ക് ബൈഹാർട്ടാണ്. അർദ്ധരാത്രി ചോദിച്ചോളൂ, ഞാൻ ആദ്യം മുതൽ ഓ വിഷ്ണു ശുഭഷക്കാരം വളരെ നല്ല. അപ്പൊ അതിലൊരു നാമത്തിന്റെ അർത്ഥം അമ്മയ്ക്ക് പറയാൻ പറ്റില്ലല്ലോ, അത് മാത്രമേ ചോദിക്കൂ. എന്താ കാര്യം? ബൈഹാർട്ട് പറഞ്ഞത് എന്താ കാര്യം? ഇപ്പൊ ബൈഹാർട്ടാക്കുകൾക്ക് എന്തെങ്കിലും അറിവ് ആ നാമത്തിന്റെ അർത്ഥം. പാരായണം ചെയ്യുന്നവർക്ക് പാരായണം ചെയ്യുന്ന ആ വിഷയം, പുരാണം, അതിൽ അന്തർലീനമായ തത്വങ്ങൾ മനസ്സിലാക്കുക. പാരായണം
അധ്യാത്മരാമായണ പാരായണ മത്സരം പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ രജിസ്റ്റർ ചെയ്യുക. അത് ഈ സ്പോർട്സിലൊക്കെ ആളുകൾ ഇറങ്ങുന്നില്ല, അതുപോലെ ആളുകൾ വരാനുള്ള മത്സരത്തിൽ അങ്ങോട്ട് തുടങ്ങി മനോഹരമായിട്ട് സംഗീതാത്മകമായിട്ട് ആരാധന വളരെ നന്നായിട്ടുണ്ട്. എന്ത് രസകരമായ ആ രസമായ വായന നൽകിയവരോടിതിലെ ആ പുരാണത്തിൽ എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ തിരക്കുന്നുണ്ട്. ഇപ്പോൾ ബസ് പോയാലും എന്തോ ആ സംഗീതം കേട്ടിട്ടുള്ള കാര്യം. പാരായണം സംഗീതമല്ല, അർത്ഥം മനസ്സിലാക്കലാണ്. ദയവായിട്ടൊന്നും മത്സരത്തിൽ ഉപയോഗിക്കരുത്. നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളും സഹസ്രനാമങ്ങളും ഒരിക്കലും ഒരു മത്സരത്തിൻ്റെ മാധ്യമമാക്കരുത്. അത് നമ്മൾ പ്രാർത്ഥിക്കൊണ്ടുവരാണ്, അതിന് ബഹുമാനം പറയാം. നാരായണീയം വായിച്ച് മനസ്സിലാക്കിയ വ്യക്തിയെ നമ്മൾ തിരിച്ചറിയേണ്ടത് ആ വ്യക്തി എങ്ങനെ ജീവിക്കുന്നു എന്ന് നോക്കുക. അതായിരിക്കണം മത്സരത്തിൻ്റെ ലക്ഷ്യം. എത്ര തവണ വായിച്ചു? ഞാൻ കുറേ തവണ വായിച്ചു. ആ അത്തരം ഒരു വ്യക്തിയെ കണ്ടിട്ട് അവരുമായിട്ട് വളരെ മുമ്പേ പരിചയമുണ്ടാകുന്ന ചോദിക്കാം, കണ്ടോ ഓരോ തവണ വായിച്ച ആളാണ്, ഇത്ര നന്നായിട്ട് അവർ വായിച്ചു. അപ്പോൾ മെല്ലെ ഇയാൾ വിളിച്ചു പറയും, ഒരു മാറ്റം വന്നില്ല, പഴയ സ്വഭാവം തന്നെയാണ്. കൂടുതൽ അസൂയ വർദ്ധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എന്താണ് നന്നായിട്ട് വായിക്കും, ഒരഹങ്കാരം. മത്സരത്തിലൊക്കെ ഒന്നാം ബെസ്റ്റ് കൊണ്ട് പറഞ്ഞ് എനിക്കറിയില്ല, അതങ്ങനെ ഞാനിത് 25ാമത്തെ തവണയാണ് ശബരിമല ക്ഷേത്രത്തിൽ ആളെന്നോട് നോട്ടിൽ. അപ്പം മറ്റൊരാളോട് പറയുന്നുണ്ട്, ഇന്നൊരാൾ എന്നോട് പറഞ്ഞത് അദ്ദേഹം 25 കൊല്ലമായി. അത് കേട്ട ഉടനെ മറ്റൊരാളുടെ മുഖത്തും ആ അത്ഭുതം ഉണ്ടോയെന്ന് വിചാരിച്ചു. തീയിലേക്ക് പോയില്ല, 25ന്റെ മുപ്പതൊക്കെ പോയില്ല. അതെന്താ കൂടെ അങ്ങനെ പറയുന്നത്? ആ പോയി മടങ്ങി വന്ന പിറ്റേഴ്സായ സ്ഥിതി നോക്കണം. അങ്ങനെ അത് പറഞ്ഞു വിശ്വസിച്ചിട്ടേ പറയും. ആ മാലയിടുന്നതിന് മുമ്പുള്ളൊരവസ്ഥയുണ്ട്. അത് ആ മാലയിട്ട് ഉള്ള കാലം വരെ നല്ല സ്വഭാവം, ഒരു പ്രശ്നമില്ല. പക്ഷെ അത് കഴിഞ്ഞ് മല ഇറങ്ങുമ്പോൾ തന്നെ തുടങ്ങി പഴയ സ്വഭാവം. ഒരു അണു പോലും വ്യത്യാസമില്ല. എന്താ കാര്യങ്ങൾ? ഭഗവത്ഗീത വൈഭാഗമാണ്, എത്രയോ ഏറ്റവും മറ്റൊരു രീതിയുണ്ട്. പക്ഷേ അസൂയ, അഹങ്കാരം, ഭക്തി വർദ്ധിച്ചതിന്റെ ലക്ഷണം വിലയെന്ന് പറയണം. പക്ഷെ പലരല്ല കാണുന്നത്. ഒരുപാട് തവണ അമ്പലത്തിലൊക്കെ പോയ വ്യക്തികൾ കാണാം, നട തുറക്കുന്ന സമയത്ത് നേരെ മുമ്പിൽ തിരക്കി പോയിട്ടുണ്ടല്ലോ. ദൈവം ആദ്യം എന്നാ കാണുന്നത്? ഇവരെ ഇന്നലെ വന്നു വേഗം പ്രസാദം അതിലേ സീനിയർ മോസ്റ്റ് ഭക്തയാണ്. എനിക്ക് അംഗീകാരം നൽകുന്നില്ല. അങ്ങനെ ഭക്തിക്ക് സീനിയോറിറ്റി ഉണ്ടോ? ഒരു കേട്ടിട്ടില്ല, ഞാൻ പുരാണത്തിനെ വഴി പറഞ്ഞിട്ടില്ല. അവർ എത്രത്തോളം വിനയം മറ്റൊരു അറിയരുത് എന്നുള്ളതാണ്. ഉദ്ധവരായാലും മറ്റുള്ളവരെ വെച്ചിട്ടുള്ളത് അങ്ങനെ മനസ്സിലായി. അപ്പൊ ഇത് നമ്മുടെ മനസ്സിലുള്ളതായ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ഒഴിവാക്കി കൊണ്ടുവരിക എന്നുള്ളതിൻ്റെ ഒരു ശ്രമമാണ് പാരായണത്തിലൂടെയും പഠനത്തിലൂടെയും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവ ധാരാളം പാരായണിച്ചെന്ന് വിചാരിക്കണം. എൻ്റെ പഴയ സ്വഭാവം കാണിക്കാൻ ഒരു അവസരം ഉണ്ടാകരുത് ഭഗവാനെ, ഇത് മാറ്റണേത് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മൾ അത് ചെയ്യാനായിട്ട്. ഇത് നാരായണീയം പാരായണം ചെയ്ത് കഴിയുമ്പോൾ ഓടിച്ചെന്നു ഒരാൾ സ്ത്രീ പുരുഷന്റെ വ്യത്യാസം പറയുന്നത്. കാരണം സ്ത്രീകളെന്ന് പറയുമ്പോൾ അവരെ കുറ്റപ്പെടുത്താൻ ടെൻഷൻ തന്നെ. നേരെ ഓടിച്ചെന്ന് ഒരു ഹോട്ടലിൽ കയറി അവർ കഴിച്ച ഭക്ഷണത്തിൻ്റെ അളവ് ഞെട്ടിപ്പോയി. ശാശ്വതമല്ല ഈ ശരീരം, ഇത് കുറെ കഴിയുമ്പോൾ ഇല്ലാതാവുന്നതാണ്. ആ ശരീരത്തെ കൊടുക്കുന്നുണ്ട്, അല്പം പോലും കുറവില്ല. ഓവർ ഈറ്റിംഗ്
വായിച്ച് ക്ഷീണിച്ചു പോയി. ഇപ്പൊ കാര്യമായിട്ട് എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ വിഷമാണ്. അതല്ല പ്രതീക്ഷിക്കുന്നത് എന്നുള്ള കാര്യം. പിന്നീട് പരമശിവൻ പഞ്ചമുഖൻ എന്ന് വിളിക്കുന്നത്. പഞ്ചമുഖൻ, 5 മുഖമുണ്ടവരെ പരമശിവൻ. ബ്രഹ്മാവിന് ആദ്യം 5 മുഖം ഉണ്ടായിരുന്നു. പിന്നെ അതിനൊരു മുഖമാണല്ലോ എടുത്ത് പരമശിവൻ. പിന്നെ 4 മുഖം, 4 മുഖൻ എന്നാണ് പറയുന്നത്. ആ 5 മുഖം വേദവ്യ ഭാഗത്തിലേക്കാണ് എന്നുകൂടി ശിവപുരാണത്തിൽ വരുന്നതാണ്. മേൽപോട്ട് നോക്കുന്ന ഒരു മുഖം ഇങ്ങനെ. ആ മുഖത്തിനെ പറഞ്ഞ സദാശിവൻ അല്ലെങ്കിൽ ഈശാനൻ എന്ന് വിളിക്കാം. ആ സദാശിവൻ ഈശാന ഭാവത്തിലേക്ക്. പിന്നീട് കിഴക്കോട്ട് ദർശനമുള്ള ശിവൻ തത്പുരുഷൻ എന്നാണ്. തത്പുരുഷൻ കിഴക്കോട്ട് ദർശനം. ഇവിടെ കിഴക്കോട്ടാണോ? അത് എങ്ങനെ കിഴക്കട്ടെ. തത്പുരുഷൻ തെക്കോട്ട് നോക്കുന്ന മുഖത്തോട് വിളിച്ചിട്ടുണ്ട് അഘോരൻ എന്നാണ്. അഘോര ശിവൻ. പിന്നെ പടിഞ്ഞാറോട്ട് മുഖം ഉള്ള ശിവൻ സദ്യോജാതൻ. വടക്കോട്ട് മുഖമുള്ള ശിവൻ വാമദേവൻ. അപ്പോ 4, 1, 5. നമ്മൾ ശിവാരാധനയ്ക്ക് നിലവിളം കൊടുക്കുമ്പോൾ 5 തിരിയിടണം എന്ന നിർബന്ധം അങ്ങനെയല്ല. പഞ്ചാക്ഷരി മന്ത്രമാണല്ലോ ശിവൻ. നമശിവായ ഓം ചേർക്കേണ്ട ആവശ്യമില്ല. പരമശിവന്റെ നമശിവായ. പക്ഷെ വിഷ്ണുവിന്റെ നാമത്തിൽ ഓം കൂട്ടിച്ചേർക്കണം. ഓം നമോ നാരായണായ അഷ്ടാക്ഷരമാണ്. അത് പൂജിക്കുമ്പോൾ, വിഷ്ണുവിനെ പൂജിക്കുമ്പോൾ 8 തിരിയും. ഓരോന്നിൻ്റെ പിന്നിലും ശാസ്ത്രമുണ്ട്. അതിൻ്റെ ഉത്ഭവം എന്താണ് എന്നത് പഞ്ചാക്ഷരി മന്ത്രം അങ്ങനെയാണ്. അതേ സമയത്ത് നിലവിളക്ക് കൊളുത്തുമ്പോൾ 5 തിരി ഇടണം എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഒരു ആശയക്കുഴപ്പം വരും. 4 ദിക്കയിലുള്ളൂ കിഴക്ക് പടിഞ്ഞാറ്. അയ്യോ മാറ്റി ഒരു തിരിയോ. ചിലർ എവിടെ കൊണ്ടുവച്ച് 5 അല്ല. ഞാൻ പറഞ്ഞ തുടക്കം തന്നെ മേൽപോട്ട് നോക്കി നിൽക്കുന്നൊരു മുഖമുണ്ട്, ഈശാന മുഖം. അത് ദിക്കുകളുമായി ബന്ധപ്പെടുമ്പോൾ വടക്ക് കിഴക്കേ മൂലയുണ്ടല്ലോ, അതാണ് ഈശാന കോണ്. അപ്പൊ ഈ 4 ഭാഗത്ത് 4 തിരി വെച്ച് കഴിഞ്ഞാൽ വടക്ക് കിഴക്ക് ഉള്ള ആ തിരിയുടെ ഇടയിൽ കൊണ്ടുപോയി തിരി വെച്ചാൽ അത് ഈശാന കോണ്. ഈശാന. ഈ നിലവിളക്ക് പലരും കൊടുക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയോ കൊടുക്കുക. ചില മഹാത്മാക്കളൊക്കെ ചെയ്യുന്ന ഉദ്ഘാടനം ചെയ്യുമ്പോൾ നിലവിളക്ക് വേണം. ഒരാൾ ഇപ്പുറത്ത് കൊടുത്തിയ മറ്റൊരാൾക്ക് പറയാൻ വലിയ പൊസിഷനിലുള്ളവരാണ്. തിരുത്തൽ പറയാൻ പറ്റില്ല, വലിയ ആളോട് പറയാനും പറ്റില്ല. ഷാജാനിയുടെ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. കിഴക്കുന്ന തുടങ്ങി തെക്ക്, അതുപോലെ പടിഞ്ഞാറ് വടക്ക്, അങ്ങനെ അവസാനിക്കും. ക്ലോക്ക് വൈസാണ്. 5 ക്ലോക്ക് എന്ന് പറഞ്ഞാൽ ശിവന്റെ സാന്നിധ്യം എടുക്കുകയാണ്. പരമശിവന്റെ സാന്നിധ്യം ഉറപ്പുവരുത്തണമെങ്കിൽ 5 തിരിയാണ്. ചിലത് 8-9 തിരികളെ കിട്ടുന്നുണ്ട്. അതുപോലെ എത്ര പേര് ഉദ്ഘാടനത്തിന് വന്നിട്ട് അവർക്കൊക്കെ ഒരു തിരി കൊടുക്കണമല്ലോ. അങ്ങനെ 10-20 കേട്ടോ. അതൊന്നും നമ്മുടെ ഇത് പ്രകാരം അത്രയും തിരിയുടെ ആവശ്യമില്ല എന്നതാണ്. അത് മാത്രമല്ല, വേറൊരു കാര്യം കൊണ്ട് താന്ത്രികമായിട്ട് ആരാണോ തിരി കൊടുത്തത് അയാൾ തന്നെ അത് മുഴുവിക്കണം. അത് മുഴുവൻ ഒരൊറ്റാണ്. എങ്കിലും ആ കർമ്മം പൂർത്തിയാവുന്നത് പാർട്ടായിട്ട് ചെയ്യാൻ പാടില്ല. ഒരു പൂജ ചെയ്യുമ്പോൾ ആ ദേവതയുടെ മന്ത്രം പൂർണ്ണമായിട്ടും ഒരു പൂജാരി തന്നെ ചൊല്ലണം. 3-4 ശ്ലോകം ചൊല്ലിയിട്ട് മന്ത്രം ചൊല്ലിയിട്ട് അടുത്ത ആളുടെ ബാക്കി പറ്റില്ല. ആ വ്യക്തി തുടങ്ങിയ വ്യക്തി തന്നെ അത് അവസാനിപ്പിക്കണം. അപ്പൊ നാരായണം വായിക്കുമ്പോഴത്തേന് ഒരു ദശം ഒരാളും മറ്റൊരാളും ശരിയല്ല. എല്ലാവരും ഒന്നിച്ചു
വായിക്കും. തുടക്കം മുതൽ അവസാനം വരെ ഒന്നിച്ച് വായിക്കണം. അല്ലാതെ ഒരു ദശകം ഒരാൾ വായിച്ചാൽ അവസാനം ഉടനെ അടുത്താൾ. പിന്നെയാണ് കുറേ ആളുകൾ കൂടുമ്പോൾ ഈ ദശകം തന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. 3-4 ശ്ലോകത്തിലാണ് ജനിച്ചത്. ഇവിടെ അതിനുള്ള വിധിയുള്ളത്. ഓരോ ദശകം അവസാനിക്കുമ്പോൾ മേൽപ്പത്തൂർ പട്ടതിരിപ്പാട് കടുത്ത പാതരോഗ വിഷമം കൊണ്ട് നിലവിളിക്കുന്ന അവസ്ഥ വരുത്തിയ ആളാണ് അദ്ദേഹം. ഓരോ ദശകം എഴുതി അവസാനിക്കുമ്പോൾ എൻ്റെ വാതരോഗം മാറ്റേണ്ടതെന്ന് കരഞ്ഞ് അഭ്യർത്ഥിക്കുന്ന വാക്കുകളാണ് അവസാനിപ്പിക്കുന്നത്. ഒരു ദശകത്തിന്റെ ആദ്യത്തെ 3-4 കാര്യങ്ങൾ പറഞ്ഞ് ഒരാൾ പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ ഭാഗത്തിൽ അവസാനിപ്പിക്കുന്നത് മറ്റൊരു വ്യക്തിയായിരിക്കും. ആ രണ്ടാമത്തെ വ്യക്തിക്ക് പ്രാർത്ഥന ചൊല്ലിയ ശ്ലോകം ചൊല്ലാൻ പറ്റുള്ളൂ. അവരുടെ വിഷമങ്ങൾ അവസാനിപ്പിക്കണമെന്ന് പറയാൻ പറ്റും. അതിതാക്കില്ലല്ലോ കേട്ടോ. പിന്നെ 100 ദശകം എഴുതി കഴിഞ്ഞപ്പോഴാണ് ഭഗവാൻ വേണുഗോപാല രൂപത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശ്രീലകത്ത് പ്രത്യക്ഷപ്പെട്ടതാണ് ആരായിരുന്നത്. അപ്പൊ ഇത് അവസാനം ഇതൊക്കെ വായിച്ചാൽ അവസാനം ആ ദശകം ചെല്ലുന്ന ആൾക്കായിരിക്കും ഭഗവാൻ അനുഗ്രഹിക്കുന്നത്. ബാക്കി 99 ഉണ്ടാവും. ശരിയാവോ? വ്യക്തിപരമായിട്ടാണ് നമ്മുടെ എല്ലാ കർമ്മങ്ങളും നിശ്ചയിച്ചിരിക്കുന്നത്. ഏതൊരു കർമ്മവും അതാരാണോ അത് തുടക്കം ഇടുന്നത് ആ വ്യക്തി തന്നെയാണ്. ഒരു വിവാഹകർമ്മമായാലും ഏത് കർമ്മം. ഇപ്പോൾ വിവാഹമൊക്കെ ഇപ്പോൾ 2 ഘട്ടം 3 ഘട്ടമായിട്ടൊക്കെ അവർ ചടങ്ങ് നടത്തുന്നത്. ആദ്യം ഗുരുവായൂരപ്പൻ നടയിൽ വെച്ച് താലിക്കുന്ന വ്യക്തി, അത് കഴിഞ്ഞ് മാലയിട്ടോ ഒന്ന് നേരെ അടുത്ത ഘട്ടത്തിലേക്ക് പോകും. അടുത്ത ഘട്ടം അവിടെ ഒരു ഹാളിലായിരുന്നു. അവിടെ വീണ്ടും ഇത് ആവർത്തിക്കുകയാണ്. ആ ചടങ്ങിനൊക്കെ ഒരു തവണയെ ഒരു കർമ്മം ചെയ്യാൻ പാടില്ല. അത് ശാശ്വതമാണ്. മംഗല്യം തന്തുനാനന ചൊല്ലിയിട്ട് ആ കഴുത്തിൽ കാല് കെട്ടിക്കഴിഞ്ഞാൽ അവിടെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ അതൊക്കെ അപേക്ഷിച്ച് തന്നെ ചെയ്യണം. അതിനൊരു ഗ്യാപ്പ് വരാൻ പാടില്ല. ഓ ഭഗവസ്വ എന്ന് ചൊല്ലിയിട്ട് നടത്തുകയാണ്. കുറേ കാലം ബാക്കി രണ്ടാമത്തെ ശരിയാക്കാൻ ഒരു ശ്ലോകത്തിന്റെ ആദ്യത്തെ വരെ ചൊല്ലി എനിക്ക് കുറച്ച് കഴിഞ്ഞ് ബാക്കി ചൊല്ലാം. ശരിയാവോ? സ്വയം ചിന്തിക്കുക. ഞാൻ പറയുന്നുണ്ടോ നിങ്ങൾ സ്വീകരിക്കണമെന്നില്ല. നിങ്ങളെല്ലാം ആലോചിച്ച് നോക്കി. ഒരു ഭക്ഷണം ഒരാളെ പാചകം ചെയ്യാൻ തുടങ്ങി. ആദ്യത്തെ പ്രാഥമികം ചെയ്യുന്നത് ബാക്കി വെച്ചോളൂ എന്ന് എങ്ങനെയായിരിക്കും കറി? ഇങ്ങനെ ഉണ്ടാവും. 2-3 ആളുകൾ കൈകാര്യം ചെയ്യാൻ ഒരു കറി. കണ്ടിന്യൂറ്റി ഉണ്ടാവോ? തുടർച്ച ഉണ്ടാവോ? അതുപോലെയാണ് ഈ താന്ത്രിക കാര്യങ്ങളൊക്കെ. ഒരു വ്യക്തി ഒരിത് തുടങ്ങിക്കഴിഞ്ഞാൽ ആ വ്യക്തി തന്നെ അവസാനിപ്പിച്ച് ആ പൂർണ്ണ പുഷ്പാഞ്ജലി ഒന്നച്ചാരങ്ങൾ ചെയ്ത് നമസ്കരിച്ചിട്ട് വേണം അത് അവസാനിപ്പിക്കാൻ. അങ്ങനെയാണ്. അപ്പൊ ഒരു നിലവിളക്കിൽ ഒരു തിരി കത്തിച്ചാലും അത് വിട്ടു പോകുന്നത് ശരിയല്ല. ആ വ്യക്തിയെ കൊണ്ട് തന്നെ ചെയ്യുക. മറ്റത് ഭാഗികമാണ് അതിൻ്റെ പ്രയോജനം. അപ്പൊ നമ്മൾ ചില മഹാത്മാക്കൾക്ക് അവസരം കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ വിളിച്ചു. ക്ഷേത്രത്തിലാണെങ്കിൽ ക്ഷേത്രം തന്ത്രിക്കാണ് അതിൻ്റെ പൂർണ്ണാധികാരം. അദ്ദേഹം ഉണ്ടെങ്കിൽ അദ്ദേഹം 5 തിരി അദ്ദേഹം തന്നെ കത്തിക്കണം. അതില്ലെങ്കിൽ മേശാന്തിക്കാണ് അതിൻ്റെ ഉത്തരവ്. അദ്ദേഹം അതില്ലെങ്കിൽ നട വർദ്ധിക്കുന്ന സമയത്ത് കാര്യമാണ്. അതല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിൻ്റെ ഉത്തരവാദിത്തമുള്ള ആരാണോ ഒരാളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ. അതുപോലെ ഈ വിളക്ക് മേശാന്തി ഏതൊരു സ്ഥലത്ത് കത്തിച്ചു, ഒരു തിരി 2 നിലത്ത് വെച്ചു. അല്ലേ? ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ അടുത്ത കത്തിക്കുന്ന ആൾ എടുത്തില്ല. നിലത്തുനിന്ന് എനിക്ക് എടുക്കാൻ വയ്യ. പക്ഷെ ആദ്യം തന്നെ തെറ്റ് പറ്റിയ മേശാന്തി അത് മുഴുവൻ കൊടുത്തിട്ട ആള് ഒരു തിരി എടുത്തിട്ട് അത് നിലത്ത് ദീപം വെക്കാൻ പാടില്ല. വെക്കണമെന്നുണ്ടെങ്കിൽ അതിന് താരമോ അല്ലെങ്കിൽ ഇലയോ വേണം.
ദീപം നിലത്ത് വെക്കുന്നത് ശരിയല്ലാതെ ദേവീ ഭാഗവതത്തിൽ പറയുന്നു. ശംഖം, സ്വർണം, അതുപോലെ തന്നെ ദീപം, പൂക്കള്, അർച്ചിക്കാനുള്ള പൂക്കൾ ഒന്നും വെറും നിലത്ത് വെക്കണം. ഭൂമിദേവി പ്രതിഷ്ഠ 7 ജന്മം അന്ധനായി എന്നാണ് അതിൽ പറയുന്നത്. അത് അന്ധത്തെ നിൽക്കട്ടെ, അത് ശരിയല്ലാന്ന് മനസ്സിലാക്കിയാൽ മതി. വെറും നിലത്ത് വെക്കണം. അപ്പൊ ഇങ്ങനെയുള്ള ചില വിധികൾ അനുസരിച്ചുകൊണ്ട് തന്നെ വേണം. വിവാഹം എന്നുള്ള ചടങ്ങ് ഒരു മുഹൂർത്തത്തിൽ, സ്ഥലകാലം എന്ന് പറയുന്നത്, നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും സ്ഥലവും കാലവുമായി ബന്ധപ്പെടും. ഒരേ സ്ഥലത്ത് വെച്ചു ഒരേ നിശ്ചിത മുഹൂർത്തത്തിൽ കർമ്മങ്ങൾ പൂർത്തീകരിക്കും. അപ്പൊ വിവാഹം ഒരു പന്തലോ എവിടെ നടക്കാൻ പൂർത്തീകരിച്ചിട്ട് വേണം. ഗുരുവായൂരിലാണെങ്കിൽ അവിടെ ചെയ്ത കഴിഞ്ഞു. പിന്നെ ഭക്ഷണം എന്താ വെച്ചാൽ ഹോളിൽ കൊടുത്തോ. പിന്നെ അവിടെ വീണ്ടും ഈ സിനിമയിൽ അഭിനയിക്കുന്ന പോലെ റീറ്റെയിൽ അല്ലേ, അത് ചെയ്യുന്ന എവിടെ വിധിയുള്ളത് ഉണ്ടോ? പറയണം. ഇല്ല. ഗണപതി ഹോമത്തിനുള്ളൊക്കെ തുടക്കം ഇവിടെ ചെയ്തു. പകുതിയായ പാടുകൾ സുഖമില്ലാതെ വേറെ സ്ഥലത്ത് ഇതുപോലെ കൊണ്ട് ബാക്കി ഭാഗം അവിടെ ചെയ്യാൻ പറ്റുമോ? ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എഴുന്നേറ്റ് വേറെ സ്ഥലത്ത് പോയി ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ഇല്ല. എവിടെയാണോ കഴിക്കുന്നത് അവിടെ തന്നെ അവസാനിക്കും. കർമ്മത്തിന് അങ്ങനൊരു നിയമവും അല്ലെങ്കിൽ അത് അപൂർണമാണ്. അപ്പൊ ഇന്നിപ്പോ വിവാഹങ്ങളൊക്കെ നടന്നു കഴിഞ്ഞ് പിന്നീട് പല പ്രശ്നങ്ങൾ വരുന്നത് ചിലപ്പോൾ ആ വിധിപ്രകാരം അല്ലാത്തത് കൊണ്ടാണോ എന്നത് ആരും ചിന്തിക്കുന്നില്ല. കാലം ഇപ്പൊ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ കാലത്തിന് വിട്ടുകൊടുക്കുകയാണ്. വിവാഹമോചനം ധാരാളം നടക്കുന്നുണ്ട്. എന്തുകൊണ്ട്? സ്ഥലം വാസ്തുശാസ്ത്രപ്രകാരം ശരിയായ സ്ഥലത്ത് വെച്ചാണോ വിവാഹം നടത്തിയത്? അതാരും ചിന്തിക്കുന്നുണ്ടോ? നല്ല ഹോളാണ്, എന്ത് രസമാണ്. ശരി, AC വളരെ വിശാലം, കാറ് ഇഷ്ടം പോലെ പാർക്ക് ചെയ്യാം. വിവാഹത്തിൽ കാറ് പാർക്ക് ചെയ്യുന്നതിനെ ചിലരുടെ ലക്ഷ്യം. കാരണം കാറും വിവാഹത്തിൽ എന്താണ് ഒന്നുമില്ല. പക്ഷെ കാറ് വെക്കാൻ സ്ഥലമുണ്ടോ? ഈ വിവാഹം കഴിക്കുന്ന ആ ഹാളുണ്ടല്ലോ, ആ ഹാളിൽ വെച്ച് നടന്ന വിവാഹങ്ങളൊക്കെ നന്നായി നടന്നിട്ടുണ്ടോ? ആരും അന്വേഷിക്കുന്നുണ്ടോ? വാസ്തുദോഷം ആ ജീവിതത്തെ ബാധിക്കുമെന്നുള്ള ശാസ്ത്രം പറയുന്നു. അതോ ശരിയായ വാസ്തുപ്രകാരം നല്ലൊരു വീട് നിർമ്മിച്ചതെങ്കിൽ അവിടെയുള്ളവർക്ക് നിത്യകലഹവും രോഗങ്ങൾ ഉണ്ടാവുമെന്ന് പറയുന്നു. അത് തന്നെ ആയിരിക്കില്ലേ ഹോളിൽ നിന്നാണ്. അതിന് വേറൊരു വാസ്തുണ്ടോ? കല്യാണ ഹോളിന് ഇല്ല, ഒറ്റ വാസ്തു, ഒരു നേരം. ഒരു ശ്മശാനത്തിലായിരിക്കും ചിലപ്പോൾ ഹോള് നിർമ്മിച്ചിട്ടുണ്ടാവുക. ആ കുട്ടിയുടെ വിവാഹം നടക്കുന്ന ശ്മശാനത്തിലാണ്. എന്തായിരിക്കും ശരി? കാരണം കുറച്ചു കാലം മുമ്പ് ഒരു ഒഴിഞ്ഞു കഴിഞ്ഞിരുന്നു അവസാനം. ഏതോ തറവാടുകളിൽ ശ്മശാന ഭാഗത്താണ് ചുരുങ്ങിയ വിലകൾ കിട്ടിയ സ്ഥലം. അങ്ങനെ കെട്ടിപ്പോത്തിച്ചു. അവിടെയാണ് നമ്മുടെ കുട്ടിയുടെ വിവാഹം. സ്ഥലം പുണ്യസ്ഥലത്ത് വെച്ചിട്ട് ചെയ്യണം എന്നാണ്. ഏത് കർമ്മം? പുണ്യസ്ഥലം എന്ന് പറയുന്നത്. ദാനം ചെയ്യുന്നത് പുണ്യസ്ഥലത്ത് വെച്ചാണ്. അങ്ങനെ അപ്പൊ ഇവിടെ പഞ്ചമുഖ ശിവൻ വളരെ പ്രാധാന്യമുണ്ട്. ഈ പഞ്ചമുഖ ശിവന്റെ ഈ 5 മുഖങ്ങളിൽ നിന്നാണ് സപ്തസ്വരങ്ങൾ ഉണ്ടായത്. സംഗീതശാസ്ത്രം, സംഗീത ദാമോദരൻ എന്നൊരു ഗ്രന്ഥം അതിലത് വിശദീകരിക്കും. എന്ന് പറയുന്നത് ഈ പരമശിവന്റെ 5 മുഖങ്ങളിൽ നിന്നാണ്. മധ്യമം, നിഷാദം എന്ന് പറയുന്നത് മുകളിലോട്ട് നോക്കുന്ന സദാശിവ മുഖത്തിൽ നിന്നാണ്. തത്പുരുഷൻ കിഴക്കോട്ട് മുഖം, അവിടെ പഞ്ചമം. അതുപോലെ അഘോര മുഖം. ഈ അഘോരങ്ങളുടെ വാക്കിന് സംസ്കൃതത്തിൽ 2 അർത്ഥങ്ങളുണ്ട്. ഒന്ന്, ഏറ്റവും അധികം ഘോരനായവൻ, ഘോരത്വം, അതിനെ മാക്സിമത്തിൽ എടുക്കാം. അടുത്ത അർത്ഥം പറയുന്നത് തീരെ ഘോരമില്ല, അശേഷ ഘോരത്തില്ല. അപ്പോൾ പരമശിവനെ പറ്റി എപ്പോഴും പറയും ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോപിയുമാണ്. വളരെ ശ്രദ്ധിക്കണം ശിവനുമായിട്ടുള്ളത്. ശിവന്റെ രുദ്രാക്ഷങ്ങൾ അണിയാറുണ്ട്. പക്ഷെ അത് അണിഞ്ഞാൽ തെറ്റുകൾ
പാപങ്ങൾ ഒന്നും ചെയ്യാം, ദുഷ്ടവിചാരം തന്നെ വേണം പോയി അതിൻ്റെ തീർച്ചയായിട്ടും. അഥവാ പലതും ചെയ്യണമെന്ന് ദുഷ്ടകർമ്മ അത് അഴിച്ചു വെച്ചിട്ടാവും. കാരണം ശിവപുരാണത്തിലത് രുദ്രാക്ഷ മഹാത്മ്യത്തിൽ എത്രയോ ഭാവങ്ങളുണ്ട്. അത്രയും പരിശുദ്ധി അതാണല്ലോ ശബരിമലയോടൊപ്പം രുദ്രാക്ഷല്ലേ വളരെ അഷ്ടരാഗങ്ങൾ തീരെ കാണില്ല. അല്ലാതെ വെറുതെ എല്ലാവരും കാണിക്കഴിഞ്ഞാൽ നാളെ മനസ്സുന്ന ആ മാലിന്യങ്ങളൊക്കെ തുടച്ചപ്പെടുക. എല്ലാറ്റിനും അതിന് സിഗ്നിഫിക്കൻസ് ഉണ്ട്. അപ്പോൾ അഘോരം എന്നൊക്കെ രണ്ട് തരത്തിൽ വ്യാഖ്യാനിക്കാം. അത് അഗ്നിയാണ്, പഞ്ചഭൂതങ്ങൾ അഗ്നിയാണ് അഘോരം. അവിടെ സാ ലി എന്ന് പറയുന്ന ആ സപ്തസ്വരത്തിൽ അല്ല, ഷഡ്ജം ഋഷഭം എന്ന് പറയുന്നത് മുഴുവൻ അരണ്ട്. അതുപോലെ വാമദേവം ദൈവതം എന്ന് പറയുന്ന പിന്നീട് സദ്യോജാതം, അവിടെ ഗാന്ധാരം, ഓരോ സ്വരങ്ങളും. അപ്പോൾ സംഗീതം ആലപിക്കുന്നവർ പരമശിവന്റെ 5 മുഖവും സ്മരിച്ചുകൊണ്ട് വേണം ഒരു സംഗീതം ആലപിക്കാൻ. കുട്ടികൾക്ക് വന്നു കൊടുക്കണം. സംഗീതം പരമശിവനിൽ നിന്നാണ് ഈ കലകളൊക്കെ വന്ന് നൃത്തം പരമശിവനല്ലേ നടരാജൻ. അതുപോലെ 5 മുഖത്തിൽ നിന്നാണ് 5 തരത്തിലുള്ള സംഗീതോപകരണങ്ങൾ ഉണ്ടായത്. ആ മുകളിലോട്ട് നോക്കുന്ന സദാശിവഭാവം, അവിടെ നിന്നാണ് തന്ത്രിവാദ്യങ്ങൾ ഉണ്ടായത്. തന്ത്രിവാദ്യം ശബ്ദം. പിന്നെ തത്പുരുഷഭാവം, വായുവാണ് അതിൻ്റെ പഞ്ചഭൂതം. സുഷിരവാദ്യങ്ങൾ, ഓടക്കുഴൽ, അതൊക്കെ അതിനാണ്. അഘോരം മുഖത്തിൽ നിന്നാണ്, അത് അഗ്നിയാണ്. ആ അഗ്നിയിൽ നിന്നാണ് അതിശക്തമായ ഈ ഘനവാദ്യം, ഈ ഇരട്ടാവാദ്യങ്ങൾ. അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ചൂടാവും അല്ലേ, ഘനവാദ്യങ്ങൾ. പിന്നീട് സദ്യോജാതം, അത് ഭൂമിയാണ്. അതിൽ നിന്നാണ് ചർമ്മവാദ്യങ്ങൾ, ചെണ്ട, ഇതൊക്കെ അതിലൊക്കെ ചർമ്മങ്ങളാണ്, സ്കിന്ന്. പിന്നെ വാമദേവ ജലം ആണ് ദേവം, അതിനാണ് ശംഖം ഉണ്ടായത്. ഇങ്ങനെ ഈ 5 മുഖത്തിൽ നിന്ന് സപ്തസ്വരങ്ങളും വാദ്യങ്ങളും ഉണ്ടായി. അപ്പോൾ ഈ വാദ്യങ്ങളൊക്കെ, ഇത്തരം വാദ്യങ്ങൾ കൈകാര്യമ്പോഴൊക്കെ ശിവനെ ഓർക്കണം. വടക്കോട്ട് നോക്കിയിട്ടാണ് അധികം ഇത്തരം വാദ്യങ്ങൾ ഉപയോഗിക്കുക. ചില കലാകാരന്മാർ ചെയ്യാം. സന്ധ്യാവേള എന്ന് പറയും, വടക്കോട്ട് നോക്കി, വിളക്കിന്റെ തിരി വടക്കോട്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതിലെ 14 ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതെങ്ങനെ വെക്കുന്ന തിരി എന്ന് ആരാ ശ്രദ്ധിക്കും? എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെ വിധി വ്യക്തമായി അതാത് ശാസ്ത്രങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെയൊക്കെ ശിവചൈതന്യമാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഞാൻ ഈ അവതാരങ്ങളൊക്കെ പറഞ്ഞു വെച്ചാൽ സകല ചരാചരങ്ങളിലും പരമശിവ ചൈതന്യം എങ്ങനെ പരിരക്ഷിക്കുന്നു എന്നുള്ളതിൽ സംഗീതത്തിലും അതുപോലുള്ള ഇത്തരം കാര്യങ്ങൾ പഞ്ചഭൂതങ്ങളിലും ഓരോന്നിലും ഭഗവാൻ എങ്ങനെ ഭഗവാന്റെ ചൈതന്യം നിലനിൽക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ പരമശിവനെ നമ്മുടെ മനസ്സിൽ സങ്കല്പിക്കുമ്പോൾ ഈ 5 മുഖം നമ്മുടെ മനസ്സിലുണ്ടായി. പഞ്ചാക്ഷരി മന്ത്രം നമശിവായ എന്ന് ജപിക്കുമ്പോൾ ഈ 5 മുഖമുള്ള ശിവനെയാണ് മനസ്സിൽ ആവാഹിക്കുന്നത്.
അത് പ്രതീകാത്മകമായി നമ്മൾ ആ രൂപത്തിൽ സന്ധ്യാനേരത്ത് 5 തിരിയിട്ട് നിലവിളക്ക് കത്തിക്കണമെന്ന് നിർബന്ധമാണ്. കാരണം സന്ധ്യാനേരം പ്രദോഷ സമയം, ഈ സമയത്ത് കൈലാസത്തിൽ ശ്രീ പരമേശ്വരൻ നൃത്തമാണ് ചെയ്യുന്നതാണ്. ഏറ്റവും നല്ല നർത്തകൻ ആരാണെന്ന് ചോദിച്ചാൽ ശിവനാണ്. അതിമനോഹരമായിട്ട് ഭഗവാൻ ഡാൻസ് ചെയ്യുന്നു. ഈ പ്രപഞ്ചം തന്നെ ഭഗവാന്റെ നൃത്തത്തിന്റെ ചുവടുകൾ അനുസരിച്ചിട്ടാണ് ചലിക്കുന്നത്. ഈ ലോകത്തെ ഇല്ലായ്മ ചെയ്യുന്ന മഹാപ്രളയത്തിൽ ഭഗവാൻ താണ്ഡവ നൃത്തം ചെയ്യും. സംഹാര താണ്ഡവം അത് അവസാനമാണ് ആ പ്രളയത്തിനുണ്ട്. പുരാണത്തിൽ ഒരു സന്ദർഭത്തിൽ ഭഗവാൻ സംഹാര താണ്ഡവം ആ കാലത്ത് ചെയ്യുന്നു എന്നാണ്. ലോകം അവസാനിക്കുന്നില്ല, പക്ഷെ ദേഷ്യം പറഞ്ഞിട്ടുണ്ട്. തൻ്റെ പത്നി സതീദേവി അച്ഛൻ നടത്തുന്ന യാഗത്തിൽ പങ്കെടുക്കാനായിട്ട് ഭർത്താവിനോട് സമ്മതം ചോദിച്ചപ്പോൾ പറഞ്ഞു, ക്ഷണിച്ചിട്ടില്ലല്ലോ, ക്ഷണിക്കാത്ത സ്ഥലത്ത് പോകരുത്. അപ്പൊ നമ്മുടെ ഒരു വിവാഹത്തിന് അവരെ ക്ഷണിക്കുമ്പോൾ അതിൻ്റെ വിധിപ്രകാരം അതിൻ്റെ ആചാരം കാര്യം നേരിട്ട് വന്ന് ക്ഷണിക്കണം എന്നാണ്. അങ്ങനെ ക്ഷണിച്ചെങ്കിലേ നമ്മൾ പോകാൻ. പരോക്ഷമാണെങ്കിൽ നമ്മുടെ പരോക്ഷ സാന്നിധ്യം ഉറപ്പുവരുത്തുക. കോഡിലൂടെയാണ് വിളിച്ചെങ്കിൽ കോഡിലൂടെ സന്ദേശം ഫിസിക്കലി പോകാം. എഴുത്തു വഴിയാണ് നിങ്ങൾ അറിയിച്ചതെങ്കിൽ കാർഡ് വഴിയാണെങ്കിൽ നിങ്ങൾ ഒരു ലെറ്റർ അയച്ചാൽ, അതെല്ലാം നേരിട്ട് വന്നാണ് ക്ഷണിക്കുന്നത് നിർബന്ധമായിട്ട്. അല്ലെങ്കിൽ അതൊരു അവഹേളനം. ആ നിയമങ്ങൾ അത് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ നേരിട്ട് വിളിക്കാൻ വേണ്ട കാർഡ് കിട്ടിയാൽ മതി. എവിടെയാ ഹോളുള്ള സ്ഥലം ഏകദേശം നോക്കും. നല്ലൊരു ഭക്ഷണം തരാൻ നഗരങ്ങളിലൊക്കെ ധാരാളം നടക്കും. അവിടെ 2000 പേർക്ക് ഭക്ഷണം എന്ന് പറഞ്ഞാൽ അവിടെ 3000 കഴിക്കുന്നത്. കാരണം വെച്ചാൽ യാത്ര ചെയ്യുന്നവർക്കൊക്കെ നല്ലൊരു ഭക്ഷണം ഹോട്ടലത്ര കൂടുതലല്ലോ ഇവിടെ. അങ്ങനെ കുറേ പേര് ആൾക്കാർ. അപ്പോൾ ആ ക്ഷണം വളരെ പ്രധാനമാണ്. പിന്നെ ഈ വിവാഹം നടത്തുന്ന വ്യക്തി എങ്ങനെയെന്ന് കൂടി ശ്രദ്ധിക്കണം എന്ന് പറയണം നമ്മുടെ കൽപ്പശാസ്ത്രം. എല്ലാവരെയും വളരെയടിച്ച് അഴിമതിയൊക്കെ നടത്തിയിട്ട് ഗംഭീരമായ വിവാഹം നടത്തുന്നുണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കണമെന്നില്ല. അതിൻ്റെ പാപാംശം എന്താ ശ്രദ്ധിച്ചിട്ടാണ് പഴയ ആളുകൾ. ഇതൊക്കെ നമ്മുടെ പഴയ തലമുറ തൊട്ട് മുമ്പുള്ള തലമുറ വരെ ഇത് നടത്തിയിരുന്നു. പിന്നെയാണ് അതൊക്കെ തയ്ച്ച് മാറ്റലാണ് പുതിയ സമ്പ്രദായത്തെ. അപ്പോൾ പുതിയ പുതിയ അനിഷ്ട സംഭവങ്ങളും ലോകത്തിൽ നടക്കണം. പണ്ടൊന്നും ഇന്ന് നടക്കുന്ന പോലുള്ള സംഭവങ്ങൾ അപൂർവങ്ങളിൽ അപൂർവമായിട്ടാണ്. ഇന്നിപ്പോൾ നിത്യസംഭവമായിരുന്നു. പേപ്പർ എടുത്താൽ വായിക്കാൻ പറ്റില്ല. അത്രയും നീചവും ക്രൂരവുമായ കാര്യങ്ങളാണ് നടക്കുന്നത്. അത് അന്യരല്ല, അമ്മയും അച്ഛനും സുഹൃത്തും എല്ലാം കൂടി ആളുകളെ കൊല്ലുക എന്നുള്ളത് ഇതാണ് നടക്കുന്നത്. ഞാൻ പറയാതെ അറിയാം, പേപ്പർ വായിക്കുന്നത് എനിക്ക് ഏറ്റവും അധികം ഒരു വായിച്ച കുറേ ദിവസം മനസ്സിൽ തങ്ങി നിന്നു. ആയിരുന്നു താൻ ജീവൻ നൽകിയ ഒരു പിഞ്ചു കുട്ടി, ഒരു മാസം കൂടി ആയിട്ടില്ല. ആ കുട്ടിയെ ആ പെറ്റ അമ്മ മടിയിൽ കിടത്തിയിട്ട് വെള്ളം കൊണ്ട് ഇങ്ങനെ മുഖത്തേക്ക് ഇങ്ങനെ ആക്കുക. ആ കുട്ടിയുടെ മൂക്കിലും ഇതൊക്കെ പോയ കുട്ടി കഴിക്കുക. നമ്മൾ വായിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നത്. ഇതൊന്നും മുമ്പത്തെ കാലത്ത് നടക്കാത്ത കാര്യമാണ്. വിവരം ധാരാളം, ഇന്റർനെറ്റ്, എല്ലാ കാര്യങ്ങളും തന്നെ ബോധമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്. പേരിൻ്റെ പിന്നാലെ ഡിഗ്രികളിൽ ഇങ്ങനെ നിറക്കി വെച്ചിട്ടുണ്ട്. എന്താ കാര്യം? മനുഷ്യത്വമില്ലെങ്കിൽ പോയി. നമുക്കൊക്കെ ഏറ്റവും വലിയ ഡിഗ്രി ഏതാണ്? മനുഷ്യത്വം. അതില്ലാതെ വേറെ ഡിഗ്രി ഇങ്ങനെ വെച്ച് കെട്ടിയതുകൊണ്ട് ഒരു
ഒരു കാര്യമില്ല. ആ വ്യക്തിയെ സൂക്ഷിക്കണം. കൂടുതൽ പണം അറിവ് കഴിയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്തത് ഭംഗിയായിട്ട്. നമ്മളൊരു മനുഷ്യത്വത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് നമുക്ക് അവർ നിഷ്കളങ്കരായിരുന്നു. അങ്ങനെ ഉണ്ടാവും, അങ്ങനെ പറയോ, അങ്ങനെ ചെയ്യോ എന്നൊക്കെ അവർ ചിന്തിക്കും. അത്രയും നിഷ്കളങ്കരാണ്. ഇന്നിപ്പോ അറിവ്, ശാസ്ത്രീയമായ അറിവ് വേണ്ടെന്നല്ല പറയുന്നത്, ശാസ്ത്രീയ അറിവ് വേണം, പക്ഷെ അതോടൊപ്പം ആത്മീയമായ അറിവ് കൂടി വേണം. ഇല്ലെങ്കിൽ അത് ഏറ്റവും വലിയ ഒരു എന്താ പറയുക, ഈ കാലഘട്ടത്തിലൊരു ആയുധം, മനുഷ്യത്വമില്ലായ്മ ഒരു ആയുധമായിരുന്നു. ഭഗവാന്റെ ആ അവതാര കാര്യങ്ങൾ പരമശിവൻ ചൈതന്യം വരുത്തണമെങ്കിൽ ഈ സന്ധ്യാനേരത്ത് കൈലാസ പർവ്വതത്തിൽ ഭഗവാൻ നൃത്തം ചെയ്യുമ്പോൾ പത്നി പാർവതി ദേവി ലാസ്യനൃത്തം ചെയ്യുന്നു. അവിടെ ദേവന്മാരും മറ്റുള്ളവരൊക്കെ കാഴ്ചക്കാരായി അവിടെ വന്നിരിക്കുന്നു. നന്ദിയും മൃഗിയും ഒക്കെ പിന്നണി വാദ്യങ്ങൾ ചെയ്തുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. മനോഹരമായ ദൃശ്യമാണ് സന്ധ്യാനേരം. ആ സന്ധ്യാനേരത്ത് ഭഗവാന്റെ പ്രത്യേക പേര് സഭാപതി എന്നാണ്. സഭാപതി ഏറ്റവും സന്തോഷമാണ്. അപ്പോഴങ്ങോട്ട് നമശിവായ പ്രാർത്ഥിച്ച ഉടനെ നിലനിൽക്കുന്നതാണ്. ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കാം നമശിവായ മന്ത്രം. പിന്നെ ഈ തിഥികൾ നോക്കിയാണെങ്കിൽ കർത്തപക്ഷായാലും വൃത്തപക്ഷായാലും ത്രയോദശി ദിവസം വൈകുന്നേരത്തെ പ്രദോഷം വളരെ പ്രാധാന്യം. ത്രയോദശി പ്രദോഷം ആ ത്രയോദശി വേണം തുടങ്ങും. ആ സമയത്ത് ഭഗവാൻ കുറെ കൂടി വിപുലമായ തന്റെ നൃത്തം അവതരിപ്പിക്കും. ആ സമയത്ത് പ്രാർത്ഥിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ ഉടനടി സാധിപ്പിച്ചു കൊടുക്കുന്നു. ത്രയോദശി പ്രദോഷം ഇവിടെ ഉണ്ടാവും. നമ്മുടെ ക്ഷേത്രത്തിൽ ഇല്ലേ ത്രയോദശി പ്രദോഷം? വളരെ വിശേഷം. സന്താനങ്ങളില്ലാത്ത, വിവാഹം വൈകുന്നത്, മറ്റുള്ള പ്രശ്നം, ഈ എത്രയോ തവണയുള്ള ത്രയോദശി പ്രദോഷം ക്ഷേത്രത്തിൽ ആ സന്ധ്യക്കാണ്. വ്രതം നോക്കണം. രാവിലെ കുളിച്ച് ശുദ്ധമായി നമശിവായ മന്ത്രം ഉരുവിട്ടുകൊണ്ട് വൈകുന്നേരം ശിവക്ഷേത്രത്തിൽ വന്നു ആ പ്രദോഷം ആ സന്ധ്യാനേരത്തിൽ കൊടുത്ത് അത് കഴിഞ്ഞ് ആ പൂജ കഴിഞ്ഞാൽ പാരണം നടത്താം, ഭക്ഷണം കഴിക്കാനാവും. അതാണ് ത്രയോദശി പ്രദോഷ വ്രതം എന്നതിലേക്ക് അത്രയും പ്രാധാന്യം. അതുപോലെ വർഷത്തിൽ ഒരിക്കലും വരുന്ന മഹാശിവരാത്രി, ആ ദിവസം നിരാഹാരം അനുഷ്ഠിക്കണം. പിന്നെ രാത്രി ഉറങ്ങാനുള്ള, ഇത് രണ്ടുമാണ് അതിൻ്റെ ആചാരത്തിൻ്റെ ഭാഗം. പക്ഷെ ഇന്നിപ്പോൾ ശിവരാത്രി ആഘോഷിക്കാൻ പരമശിവൻ വിഷം കഴിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ പറഞ്ഞു തരുന്ന സമയമുണ്ട്. ജീവൻ പോവുകയോ പാരാഴി മഥനം നടക്കുന്ന സമയത്ത് കാളകൂട വിഷം വന്നപ്പോൾ രോഗം നശിപ്പിക്കുമെന്ന് ഭയന്ന് ഭഗവാൻ അത് കുടിച്ചു. പക്ഷെ അത് ഇവിടങ്ങളിൽ നിന്നും അപ്പോൾ വിഷം നീട്ടിയാൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല, ഉറങ്ങാനും പാടില്ല. അതാണ് ആയുധം. അപ്പോൾ അതുകൊണ്ട് ഭഗവാന് ഭക്ഷണം കഴിപ്പിക്കാതിരിക്കാനും ഉറങ്ങാതിരിക്കാനും ഭക്തന്മാർ അന്ന് നാമം നമശിവായ ശിവാന്ന് വിളിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുമല്ലോ. അപ്പം ഇതങ്ങൾ മറക്കും ഭഗവാൻ ഭക്ഷണം പോകും. പക്ഷേ അതാണ് എത്ര പേരാ ചെയ്യും. ആ സമയത്ത് ഏറ്റവും വലിയ കലാപരിപാടിയായിരുന്നു. ശിവൻ എല്ലാവരും മറക്കും ആ കലാപരിപാടിയാണ്. ഒരാൾ ഓർക്കരുത് ശിവനെ. അതാണ് നല്ല സദ്യ കൊടുക്കുന്നു ശിവരാത്രി ദിവസത്തിന്റെ ക്ഷേത്രത്തിൽ. ശരിയാണെന്ന് എനിക്കറിയില്ല. നിരാഹാരം, അന്നം ഉപേക്ഷിക്കണം. ഇന്നിപ്പോൾ എല്ലാ വ്രതങ്ങളൊക്കെ ആഘോഷമായി. ഏകാദശി വ്രതം എന്ന് പറയുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ഏകാദശി ആഘോഷം. ഉച്ചയ്ക്ക് നല്ല സദ്യ. ഈ കുഴുപ്പൊന്നും വേണ്ട കുറച്ച് കഴിഞ്ഞാൽ. കാരണം ഇത് ഇപ്പൊ തന്നെ ശരിയായിട്ട് ആചാരത്തിന്റെ സ്ഥിരവും ഏകാദശി സ്പെഷ്യൽ അങ്ങനെ ഓരോ 2 തരം പായസം. എല്ലാവരും വ്രതം മുടക്കുകയാണ്. ചെയ്യും വ്രതം മുടക്കുകയാണ് ചെയ്യുന്നത്. അതറിയില്ല. അജ്ഞരാണല്ലോ
അതിന് നമ്മൾ പങ്കു ചെയ്തു. സപ്താഹം സന്ധ്യയോടുകൂടി അവസാനിപ്പിക്കണം, രാത്രി വരെ നിൽക്കും. ആചാര്യൻ സപ്താഹം ആചാര്യൻ സന്ധ്യാവന്ദനത്തിനായിട്ട് എഴുന്നേറ്റ് അവസാനിപ്പിച്ച് എഴുന്നേറ്റ് പോകണം. ക്ഷേത്രത്തിൽ മറ്റു പരിപാടികൾ, ദീപാരാധന, അതിലൊക്കെ പങ്കെടുക്കണം. ഇവിടെ ഇത് വായന, പ്രഭാഷണം 9:10 അപ്പോഴേക്കും ഊണായി. രാവിലത്തെ പ്രഭാത ഭക്ഷണം, ഉച്ചയ്ക്കൊക്കെ ഊണ്, 4 മണിക്കത്തെ ചായ, രാത്രി ഭക്ഷണം. പിന്നെന്താ സുഖം, പരമസുഖം. ഇതിനൊക്കെ വേണ്ടിയിട്ടാണോ ഈ സപ്താഹങ്ങൾ നടന്നത്? നമുക്ക് അറിവ് നേടി ആ അറിവിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും അറിവുള്ളവരല്ല. പക്ഷേ പുരാണങ്ങളിൽ എന്ന് പറയുന്നു ഈ സപ്താഹത്തിന്റെ ആചാര്യന്മാർ അതാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. പക്ഷെ ചില ആചാര്യന്മാർ അതിൻ്റെ കഥാപാത്രങ്ങളെ പോലെ പെരുമാറുന്നു, ഡാൻസ് ചെയ്യുന്നു, കൃഷ്ണവിഗ്രഹം എടുത്ത് ചുംബിക്കുന്നു, എന്നിട്ട് അത് വെളിച്ചെറിയുന്നു, അത് കിട്ടിയിട്ട് പിടിച്ച് അവരും ചുംബിക്കുന്നു. ഇതൊക്കെ എവിടെ പറയുന്നത്? ഭാവത്തിൽ എന്താ? ഒരാചാര്യൻ ഭദ്രകാളി അവതാരം എന്ന അദ്ദേഹത്തിന് ഭദ്രകാളി ആവേശമാണ്. വേദിയിൽ ചാടി ഇറങ്ങി 10 മുമ്പേ പറഞ്ഞത് ചെമ്പ് നിറയെ ചുവന്ന അതല്ല ഗുരുതിയൊക്കെ തയ്യാറാണ് പറഞ്ഞത്. ഈ സമയം ചാടി എഴുന്നേറ്റ് നൃത്തരൂപത്തിൽ ധരിച്ചു. അത് കഴിഞ്ഞാൽ പിറ്റത്തെ കൊല്ലാണ് ആചാര്യ സപ്താഹം നിശ്ചയിച്ചത്. ഞാനത് പറയാൻ കാരണം ഓരോ കാരണങ്ങളില്ല. അപ്പോൾ എന്തൊക്കെ ഒരുക്കങ്ങൾ തോന്നിട്ട് ഞാൻ ഒരു 6 മണി വരെയുടെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഇല്ലല്ലോ, കഴിഞ്ഞല്ലോ. അല്ലല്ല, 9 മണി വരെ. അതെന്താ? തൊട്ട് മുമ്പുള്ള ആചാര്യം തൊട്ട് മുമ്പുള്ള ആചാര്യം ചെയ്യുമെന്ന് വെച്ച് ഞാൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഈ 6 മണിക്ക് ശേഷം സപ്താഹം നടത്താൻ ഭാഗവതത്തിൽ വിധിയുണ്ടോ? അദ്ദേഹം ഭാഗവതത്തിൽ വിസ്തരിക്കുന്ന ആചാര്യൻ ആ വിധി നോക്കും. മഹാത്മ്യത്തിൽ 6ാമത്തെ അധ്യായത്തിൽ എന്താ പറയും? സപ്താഹം 10.5 മണിക്കൂർ, ഉദയം തുടങ്ങി 10.5 മണിക്കൂർ വരെ മാത്രമേ നടത്താൻ പാടുള്ളൂ പറയുമ്പോൾ അത്ര 5.5 മണിക്ക് നിർത്തണം. ഉദിച്ച മുതൽ 10.5 മണിക്ക് 3:30 ആവണം എന്നല്ല പറയും. അത് വായിച്ചു കഴിഞ്ഞിട്ടാണല്ലോ ഭാഗത്ത് തുടങ്ങുന്നത്. അത് നേരെ വിപരീതമാകരുത്. തെറ്റ് ചെയ്യുമ്പോൾ ആരായാലും ചോദ്യം ചെയ്യണം. പക്ഷെ ചോദ്യം എന്താ പറയുക, ദേഷ്യത്തോടുകൂടി ആവരുത്. വിനയപൂർവ്വം ആചാര്യനോട് അറിയിക്കുക. ഇങ്ങനെയല്ല അങ്ങയുടെ ഈ ഗ്രന്ഥത്തിൽ പറയുന്നത്. ഞങ്ങളുടെ ഗ്രന്ഥത്തിലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്, അങ്ങയുടെ ഗ്രന്ഥത്തിലില്ലേ എന്ന് ചോദിച്ചാൽ വേറെ നമ്മൾ പ്രതിഷേധം ഇപ്പോൾ പല രൂപത്തിലുണ്ടല്ലോ. അങ്ങനെ രൂപത്തിലൊന്നും വേണ്ട, മര്യാദയോടുകൂടി പറയാം. കാരണം ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് ചെയ്യുന്ന ദീപം കൊടുക്കണം. ഞങ്ങളുടെ വീട്ടിലെ ഐശ്വര്യം, ഗൃഹൈശ്വര്യം അതിലാ നിലനിൽക്കുന്നത്. 6 മണിക്കൊക്കെ ഞങ്ങൾ ദീപം കൊടുത്തിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവുമോ? ക്ഷേത്രത്തിൽ തന്നെ പ്രത്യേക പൂജാതി കർമ്മങ്ങളുടെ ഐശ്വര്യം നിലനിർത്തണം. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ തന്നെ ഇത് ചെയ്യണ്ടേ എന്ന് ആചാര്യനോട് ബഹുമാനപൂർവ്വം പറയാം. സംഘാടകരും അത് പ്രത്യേകം പറയണം. ഭക്തന്മാർ 5-6 മണി കഴിഞ്ഞാൽ ആചാര്യ അത് അവർ പോകും. ഇവിടെ ദീപാരാധന സമയമായി, അവരൊക്കെ ദീപാരാധന തൊഴണം. ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ പൂജ നടക്കുന്നുണ്ടെങ്കിൽ ഏത് പൂജയാണെങ്കിലും ആ പൂജ തൊഴിലിട്ടേ പോകാം. നട തുറന്നിട്ടേ പോകാം. ദീപം സന്ധ്യയാണെങ്കിൽ ആ ക്ഷേത്രത്തിൽ ദീപാരാധന തൊഴിലിരിക്കണം, എന്നിട്ട് പോകാം. എനിക്കത് ഭാഗങ്ങളെ പറഞ്ഞപ്പോൾ പ്രഭാഷണം നടത്തുന്നത് ധിക്കാരം എന്നാണ്. മൂർത്തിയെക്കാളും വലിയാണ് ഇങ്ങനെ ഞങ്ങളെ പോലുള്ളവർ മനസ്സിലാക്കി. മണിസ്വാമി നമസ്കാരം. അപ്പോൾ ഇത്തരം ചില കാര്യങ്ങൾ നമ്മൾ നടത്തുമ്പോൾ അത് വിധിപ്രകാരം അല്ലെങ്കിൽ ഗുണം കിട്ടുമോ? ദോഷമാണ് വരും. നന്നായി ചെയ്താൽ ഗുണം കിട്ടും. നന്നായി തന്നെ ചെയ്യണം. അത് തൻ്റെതായ നമ്മൾ കൂടി ചേർക്കാൻ പാടില്ല. ഇപ്പോൾ ഭഗവാന്റെ ആ ഒരു പഞ്ചമുഖാവതാരത്തിലേക്ക് പറഞ്ഞു. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവാന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അവതാരം അർദ്ധനാരീശ്വരാവതാരം. അങ്ങനൊരു അവതാരം ഭഗവാൻ സ്വീകരിച്ചു. സൃഷ്ടി തുടങ്ങുന്ന ഘട്ടം ഒന്നുമില്ല ലോകത്ത്, വെറും ജലം 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 മാത്രം. ബ്രഹ്മാവിനെ
പൂർണ്ണസമ്മതം. അങ്ങനെ ബ്രഹ്മാവ് ഓരോ ജീവികളെയും ഇന്നെന്ന ആ വ്യക്തികൾ അതിൻ്റെ തുടക്കം കുറിക്കണം. ഇത് മനസ്സ് സ്വയംഭവ മനുവിനെ അടുത്തേക്ക് വിളിച്ചു. അദ്ദേഹത്തിൻ്റെ പത്നി ശതരൂപ മനുഷ്യവർഗത്തെ ശ്രദ്ധിച്ചോളാം. മനുഷ്യവർഗം സൃഷ്ടിക്കും. ദാമ്പത്യ ജീവിതം നയിച്ചുകൊണ്ട് വേണം സൃഷ്ടിക്കാൻ. ലിവിങ് ടുഗദർ പാടില്ല. ഇപ്പൊ അങ്ങനെ സമ്പ്രദായം തുടങ്ങിയാണ്. വിവാഹം കഴിക്കേണ്ട, രണ്ടുപേരും ഒന്നിച്ചൊരു വീട്ടിൽ താമസിക്കും. അതിൽ കുട്ടികളുണ്ടാവും. അത് അംഗീകരിക്കപ്പെട്ടത്. ഭരണഘടന അംഗീകരിച്ചിട്ടുണ്ടോ പ്രത്യേകിച്ച് പറയുന്നത്. കാരണം നമ്മൾ ഭരണഘടന ബഹുമാനിക്കേണ്ടവരാണ്. പക്ഷെ നമ്മുടെ പുരാണങ്ങളിൽ ഇതിനത് പറയുന്നില്ല. ലിവിങ് ടുഗദർ അംഗീകരിച്ചിട്ടേ ഇല്ല. അപ്പോൾ ആദ്യം തന്നെ ബ്രഹ്മാവ് ശക്തമായ നിർദ്ദേശമുണ്ട്. അതാണ് സ്വയംഭവമെന്നുള്ള ആദ്യ സൃഷ്ടികൾക്ക് ശതരൂപയെ സൃഷ്ടിച്ച് പത്നിയാക്കി കൊടുക്കും. പിന്നീടുള്ളതൊക്കെ വിവാഹം കഴിച്ചിട്ട് വേണം സന്താനങ്ങൾ ഉണ്ടാവാനുള്ള വിധി ബ്രഹ്മദേവൻ കൽപ്പിച്ചു. ആ വിധി എഴുതാൻ ഒരാൾക്ക് അധികാരം കൊടുത്തിട്ടുണ്ട്. റിലാക്സേഷൻ അല്ല, നമ്മളൊക്കെ ഓരോ മാറ്റങ്ങൾ വരുത്തുക. അത് വളരെ പുരാണങ്ങളിലൂടെയും അങ്ങനെ പറയും. വിവാഹം കഴിഞ്ഞാൽ അത് തുടർച്ചയായി മരണം വരെ നിൽക്ക് പോകുന്നത്. അപ്പൊ ഇവിടെ സ്വയംഭവ വനവും ശതരൂപയും കൂടി മനുഷ്യനെ സൃഷ്ടിക്കുന്നുണ്ടോ. അപ്പൊ കുറെ മനുഷ്യരെ സൃഷ്ടിച്ചു. ഒക്കെ പുരുഷന്മാരെ സൃഷ്ടിച്ചു. അത് പുരുഷ രൂപം വ്യക്തമായി വന്നു. സ്ത്രീ രൂപമില്ല. ആദ്യം ഉണ്ടായ രൂപം പുരുഷനാണ്. പിന്നെയാണ് സ്ത്രീ എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ സ്ഥാനം സ്ത്രീകൾ മനസ്സിലാക്കണം. പുരുഷനാണ് ആദ്യം, രണ്ടാമത്തെ സ്ത്രീ. ആ സൃഷ്ടി അവിടെ നടത്തി കഴിഞ്ഞതിന് ശേഷം ധാരാളം പുരുഷന്മാരാണ് ആദ്യം ഉണ്ടായത്. ഒരു പ്രയോജനമില്ല. പിന്നെ കുറെ സ്ത്രീകളെ സൃഷ്ടിച്ചു. അവിടെ ഒരു പ്രയോജനമില്ല. സ്ത്രീകൾ പുരുഷന്മാരെ ഒന്നിച്ച് നടക്കുന്നു. പക്ഷെ അവർക്ക് യാതൊരു വികാരങ്ങളോ വിചാരങ്ങളോ ഉണ്ടാവുന്നില്ല. പിന്നെ എങ്ങനെ സൃഷ്ടി നടക്കും? അപ്പോഴും ബ്രഹ്മാവ് എന്താ ചെയ്യേണ്ടത് വിചാരിച്ചു വിഷമിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പരമശിവൻ അർദ്ധനാരീശ്വരനായിട്ട് അവർ അർദ്ധനാരീശ്വരൻ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ പകുതി പാർവതിയും ശരീരത്തിന്റെ പകുതി മറ്റേ പകുതി ശിവൻ. രണ്ടുപേരും ശാരീരികമായി യോജിച്ച് നിൽക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ് അർദ്ധനാരീശ്വരൻ. അത് ലോകത്തുള്ള മുഴുവനും ദമ്പതികൾ ശ്രദ്ധിക്കേണ്ട ഒരു രൂപമായിട്ട് മാറി. വിവാഹം നടക്കുമ്പോൾ മനസ്സിൽ കടന്നു കയറി വരേണ്ട രൂപം അർദ്ധനാരീശ്വര രൂപമാണ്. വിവാഹം കഴിഞ്ഞാൽ രണ്ടുപേരും ഒരു ശരീരമായി ആവുന്നു. മനസ്സൊന്നിക്കുന്നു ശരീരം. സംസാരിക്കുമ്പോൾ ഭർത്താവായാലും പലരും ഞങ്ങളുടെ പറയാൻ പാടും, ഞാൻ പറയാം. രണ്ടുപേരും കൂടി ഒന്നിച്ചാണ് കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. രണ്ടുപേർക്കും കൂടി രണ്ട് അക്കൗണ്ട് പാടില്ല, ഒരു അക്കൗണ്ടേ പാടില്ല. ഇത് എൻ്റെ പണമാണ്, മറ്റേത് എൻ്റെ പാടില്ല. ഇതാ മുമ്പ് ആ സങ്കല്പങ്ങൾ ഞാൻ പറയാം. ഞങ്ങളുടെ സോഷ്യൽ, ഞങ്ങളുടെ സമ്പാദ്യം, ഞങ്ങളുടെ സ്നേഹം, ഞങ്ങൾ ആദ്യം ശീലിക്കണം. ഞാൻ പറയാൻ പാടില്ല. വിവാഹം കഴിച്ചാൽ അതുവരെ പറയാം. കാരണം അർദ്ധനാരീശ്വരൻ ശ്രദ്ധിക്കുന്നു. അർദ്ധനാരീശ്വരന് ആ രൂപം വന്നപ്പോൾ അതിന് വിഷമം പ്രകടിപ്പിച്ചിരുന്ന ഒരാളാണ്. കാരണം പരമശിവ ഭക്തനാണ് ആ. പക്ഷേ സ്ത്രീ രൂപങ്ങളിലുള്ള അതിന് വിഷമായി. അപ്പൊ എന്താ ചെയ്യണമെന്ന് അദ്ദേഹം ഒരു വണ്ടായിട്ട് വന്നതാണ്. വണ്ടായിട്ട് വന്നിട്ട് ഇവർ രണ്ടുപേരും ഒട്ടി നിൽക്കുന്ന ആ ശരീരഭാഗം തുറച്ചു നടന്നു. പഴയതുപോലെ രണ്ടാണ്. പക്ഷെ നടന്നില്ല. അവിടെ പരമശിവൻ അനുഗ്രഹിച്ച് പറഞ്ഞു, അത് വേണ്ട, ഞങ്ങളെപ്പോഴും ഒന്നിച്ചേ ഉണ്ടാവും, പക്ഷെ നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഭൃംഗി എന്ന് പറയുന്ന ഒരാളുണ്ട്. നന്ദികേശ്വരനെ കൂടാതെ ഭൃംഗി, ഭൃംഗം എന്ന പണ്ട അദ്ദേഹത്തിന്. വിവാഹം നടത്തുന്ന സമയത്ത്
ഈ കാര്യങ്ങൾ അതിന് മുമ്പായിട്ട് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ ഒന്നിക്കുന്നു, രണ്ട് വ്യക്തികളല്ല, ഒരു വ്യക്തിയായി മാറണം. എൻ്റെ ഭർത്താവ് ചിന്തിക്കുമ്പോൾ ഭാര്യയുടെ കാര്യം ശ്രദ്ധിക്കണം, ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ കാര്യം ശ്രദ്ധിക്കണം. ഒരു ക്ഷേത്രത്തിൽ ചെന്ന് വഴിപാട് നടത്തുമ്പോൾ തൻ്റെ സ്ത്രീയായാലും അവരുടെ പേരിൽ മാത്രം നടത്തുക, രണ്ടുപേരുടെ പേരിൽ നടത്തുക. വിവാഹം കഴിഞ്ഞാൽ ഒരു വഴിപാട് മതി, രണ്ടാൾ നഷ്ടപ്പെടും. ഒന്നാണ് വിവാഹമോചനമില്ല. എന്താ ചെയ്യും? വിവാഹമോചനം ദേവീ ദേവന്മാരെ മുഴുവനും പരിശോധിക്കുമ്പോഴും വിവാഹമോചനം ഒരു ദേവനും ദേവി നടത്തിയിട്ടില്ല. ഭാര്യ മടങ്ങിപ്പോയാലും ആ ഭാര്യ തന്നെ അന്വേഷിച്ചുകൊണ്ടിരുന്ന ദേവതമാരെ കാണും, തിരിച്ചു വരാറ്. കാരണം പിന്നെ വിവാഹം ചിന്തിക്കാൻ പറ്റും. കാരണം ആ തൻ്റെ ജീവനാണ് നൽകിയത്. മംഗല്യം തന്നുനാനേന മമ ജീവന ഹേതുന, അതാണ് കിട്ടുന്നത്. ആ ജീവനം കൊണ്ടല്ലേ നീ പോയത്, നീ വേണം. കണ്ടേ ബന്ധാദിസുഖലേ ത്വം ജീവശരദശ്വര, നിന്റെ കഴുത്തിൽ ഞാനെൻ്റെ ജീവനാകുന്ന ഈ ചരട് കെട്ടുകയാണ്. നീ 100 സംവത്സരം ജീവിക്കും. എന്റെ ഭർത്താവ് ആദ്യം തന്നെ വിവാഹ സമയത്ത് നീയായിരിക്കും. ഈ മന്ത്രത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയ ഒരിക്കലും വേർപിരിയാൻ ശ്രമിക്കുക. അത്രയും പ്രാധാന്യത ഇത് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. പരമശിവനാണ് അർദ്ധനാരീശ്വരൻ. വിവാഹമോചനം ഇല്ല എന്ന് പറയാൻ കാരണം വേദങ്ങളിൽ ഒരു ദിക്കിനും അങ്ങനെ ഒരു മന്ത്രമില്ല. മറ്റേ ബാധാപത്രം ഇല്ലാതാക്കാനും വേർപാട് ചെയ്യാനും ഒക്കെ ഉണ്ട്. പക്ഷെ ദമ്പതികളെ വേർപെടുത്താനുള്ള മന്ത്രമില്ല. എന്ത് ചെയ്യും? വേദത്തിൽ പറയാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. വേദഭാഷ മറ്റു ചില മതങ്ങളിലുണ്ട്. ഒരു 3 തവണ ഒരു മന്ത്രം ചൊല്ലിയാൽ അത് 3 തവണ പറയും. അങ്ങനെ ഒരു മന്ത്രം ഹൈന്ദവ ധർമ്മത്തിൽ. അപ്പൊ നമ്മുടെ അടുത്ത് വന്ന് വിവാഹമോചനം ചോദിച്ചാൽ ഒരു ഹിന്ദുമത വിശ്വാസിയാണെങ്കിൽ പുരാണങ്ങളെ പറ്റി ജ്ഞാനമുണ്ടെങ്കിൽ അയ്യോ അത് ചിന്തിക്കുക പോലും ചെയ്യരുതേ കുട്ടികളെ എന്ന് പറഞ്ഞ് മടക്കി അയക്കാൻ പറ്റും. ഇതൊക്കെ പറഞ്ഞു കേൾക്കാവുന്നതേ ഉള്ളൂ. പൂർണ്ണമായ ഗുണങ്ങളുള്ളവരാരുമില്ല ലോകത്തിൽ. ബ്രഹ്മായില്ലേ, നിർഗുണമായിട്ട് പൂർണ്ണമായി എല്ലാവർക്കും ദോഷം ത്രിഗുണാത്മകമാണ്. സത്വ രജസ്തമോ ഗുണങ്ങളാണ് എല്ലാവരും. അത് ചിലപ്പോൾ കൂടുതലായി കാണാൻ ചിലവർ കുറഞ്ഞാണ്. അത് മെല്ലെ കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ആ സ്വഭാവം അത് അവരവൻ ഓരോരുത്തർ വിചാരിച്ചാൽ അത് നടക്കാം എന്ന് പറഞ്ഞ് ഉപദേശിക്കാനേ പാടില്ല. തന്നെ കൊടുത്തോളം നോട്ടീസ് പറയരുത്, അത് എഴുതി പോകണം. കഴിവെങ്കിൽ നിങ്ങളോട് മധ്യസ്ഥനായി നിന്നോ അത് രമ്യമായി പോകും. പരമശിവ കോപം തന്നെ ഉണ്ടാവുമല്ലോ വേർതിരിയുമ്പോൾ. വിഷ്ണുവിന്റെ സ്ഥിതി തന്നെയാണ്. വിഷ്ണു മഹാവിഷ്ണുവാണ് വെച്ചത് ഹൃദയത്തിലാ സ്ഥാനം കൊടുത്തത്. പോയാൽ പോയി ഇവിടെയാണ് സ്ഥാനം. പരമശിവന്റെ ശരീരം ഒട്ടിച്ചേർത്ത് ഇവിടെ ഹൃദയത്തിൽ. ബ്രഹ്മാവോ മുഖത്താ കൊടുത്തു സരസ്വതി. മുഖം പോയ ഒരു വ്യക്തി കമന്തല്ലേ. അപ്പൊ ഇതൊക്കെ കണ്ടുകൊണ്ട് വളരുമ്പോൾ നമുക്ക് എങ്ങനെ മറ്റൊരു തരത്തിൽ ചിന്തിക്കാൻ പറ്റും? ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ വിവാഹ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് പുനഃപരിശോധിച്ച് ഇത് ചെയ്യുന്ന വിവാഹ ചടങ്ങുകളിൽ നിന്ന് പ്രത്യേകം നമ്മൾ മുതിർന്നവരെ ശ്രദ്ധിച്ച് അതിന് വേണ്ടുന്ന മാറ്റങ്ങൾ വരുത്തണം. ഇല്ലെങ്കിൽ അത് വെറും ഒരു സിനിമയിൽ അഭിനയിക്കുന്നത് പോലെ. ഒരു വിവാഹത്തിന്റെ മുഹൂർത്തത്തിൽ ആചാര്യങ്ങളുടെ സ്ഥലത്തെത്തിയപ്പോൾ ഞാൻ ശ്രദ്ധിക്കും എല്ലാവരെയും. വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി വിദേശത്ത് പഠിച്ച കുട്ടിയാണ്. എങ്ങനെയാ കുട്ടി തന്റെ ബന്ധുക്കളെയും ഒക്കെ പരിചയപ്പെടുന്നത്? നേരെ ചെന്നാൽ ഒരു വ്യക്തി വിവാഹം കഴിക്കാൻ അടുത്ത നിമിഷം വിവാഹം കഴിക്കാൻ. അത് വല്ലാത്ത
മനുഷ്യൻ തന്നെ ആകെ വിഷമിക്കാറുണ്ട്. കാരണം അവർ ഇവിടെ എല്ലാവരും പരിചയമില്ലല്ലോ. വേറെ വിദേശത്ത് വളർന്ന അല്ല അവിടെ പഠിച്ചതൊക്കെ ആ സമ്പ്രദായങ്ങളൊക്കെ കൊണ്ടുവരിക. പാചകങ്ങൾക്ക് പരിചയപ്പെടാൻ മനസ്സിൽ എനിക്ക് ഭയമായിരുന്നു. കാരണം ഇപ്പം എന്തുണ്ടെങ്കിലും ഈ മൊബൈൽ എടുക്കാൻ പറ്റും അല്ലേ? മതിയല്ലോ. പിന്നെ ആചാരം പുറത്തിറങ്ങാതിരിക്കുന്നതാണ്. അത് ഏത് ഒക്കേഷനിലാണ് എപ്പോഴാണെന്നൊക്കെ ഇപ്പോൾ നിശ്ചയിച്ചുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. ഒന്ന് ഇങ്ങനെ നോക്കാൻ പോയിട്ടില്ലേ പത്രത്തിലൊക്കെ കാണുന്നത്. അപ്പൊ ഇത് നമ്മുടെ സംസ്കാരം എല്ലാം പറഞ്ഞു കൊടുക്കാൻ അവരുടെ അച്ഛനമ്മമാർ ശ്രമിച്ചില്ല. ആ കുട്ടി കുറ്റം പറയുന്നില്ല. വസ്ത്രധാരണം എല്ലാ കാര്യത്തിലും അവിടെയൊക്കെ മുതിർന്നവർ ഇടപെടുക തന്നെ വേണം. നിശബ്ദമാകാൻ പാടില്ല. പരമശിവനെ ഒന്നുമില്ലെങ്കിൽ നമ്മളൊക്കെ ശിവഭക്തന്മാരാണോ? അപ്പൊ ശിവഭക്തന്മാർ അതുപോലെ തന്നെ എങ്ങനെയാണോ ഭഗവാൻ ഓരോ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് അത് ശ്രദ്ധിക്കണം. അപ്പൊ അർദ്ധനാരീശ്വരൻ ഈ നന്ദികേശ്വരൻ എപ്പോഴും ഒരു കാളയുടെ രൂപത്തിൽ ശിവക്ഷേത്രത്തിൽ കാണാം. ശിവനെ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു. പക്ഷേ ഈ അർദ്ധനാരീശ്വര പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ നന്ദി കുറച്ച് ഒരു ഇടതുഭാഗത്തേക്ക്, അതായത് പരമശിവനും പാർവതി ഒന്നിച്ചു നിൽക്കുന്ന ശരീരത്തിൽ പരമശിവന്റെ ഭാഗമായ ശരീരത്തെ മാത്രം നോക്കാനായിട്ട് അല്പം ആ ഭാഗത്തേക്ക് മാറി നോക്കുന്നതാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പാർവതി ആ ദൃഷ്ടിക്ക് വരാൻ പാടില്ല. പരമശിവനാണ്. അത് കണ്ടാൽ അവിടെ വിഗ്രഹം അർദ്ധനാരീശ്വരൻ. തളി ശിവക്ഷേത്രം കോഴിക്കോട് അവിടെ ശിവപുരാണം ഏകാദശാചാര്യം നടത്തുമ്പോൾ ഞാനിത് ശ്രദ്ധിച്ചു. ഒന്നിങ്ങനെ അല്പം എടുത്ത് ഭാഗത്തേക്കോ വലത്തോണ്ട് അറിയില്ല. എവിടെയാണോ പരമശിവന്റെ പകുതി ശരീരം ആ ഭാഗത്തേക്ക് മാറ്റി. മറ്റെല്ലാത്തിനും നേരെയാണ്. അവിടെ ഉള്ളവരോട് ചോദിച്ചപ്പോൾ അല്ല മുമ്പേ അങ്ങനെയാണ്. അങ്ങനെയാണ് അത് എന്തുകൊണ്ടെന്ന് ചിന്തിച്ചോ എന്ന് ചോദിച്ചു. ഇല്ല അവിടെയുള്ള പലരോട് ചോദിച്ചു. ഒരു വ്യക്തിയാണ് എന്നോട് പറഞ്ഞത്. ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ താരം വിശ്വസിക്കുക. അവിടെ പരമശിവന്റെ ശരീരഭാഗം തന്റെ പൂർണ്ണമായ കണ്ണിലേക്ക് വരാൻ പാകത്തിൽ അർദ്ധനാരീശ്വരനാണ്. അപ്പോൾ ഭക്തന്മാരുടെ പെട്ടെന്ന് പ്രതിഷ്ഠ ആരാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ശാസ്ത്രീയമായ രീതിയിലാണ് പല കാര്യങ്ങൾ നമ്മുടെ പൂർവികന്മാർ നിശ്ചയിച്ചത്. അങ്ങനെ ആ അർദ്ധനാരീശ്വരാവതാരം വളരെ പ്രസിദ്ധമാണ്. നമ്മുടെ കുട്ടികൾ വിവാഹിതരാകാൻ പോകുന്ന കുട്ടികൾക്ക് പരമശിവന്റെ അർദ്ധനാരീശ്വരാവതാരത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ആ അർദ്ധനാരീശ്വര പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ തൊഴിയിക്കാം. അല്ലെങ്കിൽ ശിവപ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ തൊഴിച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താണ് എല്ലാവർക്കും അർദ്ധനാരീശ്വര. ഉമാമഹേശ്വരൻ എന്ന പ്രതിഷ്ഠയുടെ ക്ഷേത്രമുണ്ട്. പക്ഷെ അവിടെ ദമ്പതി ഭാവത്തിലാണ്. ഉമ വേറെ പരമശിവൻ വേറെ ജലമാണ്. അപ്പൊ വിവാഹം നടക്കുന്നതിന് മുമ്പ് ഉമാമഹേശ്വരൻ രണ്ടാളെയും പ്രത്യേകം കുടിക്കുന്നു. എന്നിട്ട് അവരെ തൃപ്തിയെടുത്തിട്ട് വേണം. കാരണം ഉമ ഭഗവാൻ തന്നെ ഭർത്താവായി ലഭിക്കേണ്ട തപസ് ചെയ്തു. പിന്നീടാണ് മഹേശ്വരൻ ആ വരം നൽകി ഒന്നിച്ചു. അപ്പോൾ ഉമാമഹേശ്വരൻ എന്ന് പറയുന്ന ദമ്പതി ഭാവത്തിലല്ല അവിടെ ശിവപാർവതി താന്ത്രിക അങ്ങനെ അർദ്ധനാരീശ്വര. പിന്നെ ഭഗവാന്റെ വളരെ പ്രസിദ്ധമായ ഒരു അവതാരം ഹനുമാനാണ്. ഹനുമാൻ അവതാരം അധ്യാത്മ രാമായണം വായിക്കുന്നവർക്കറിയാം. അവിടുത്തെ രാമായണത്തിൽ പരമശിവൻ പാർവതിക്ക് കൊടുക്കുന്ന ഉപദേശം. അങ്ങനെയാണ് അധ്യാത്മ രാമായണം. അവിടെ പരമശിവൻ ശ്രീരാമചന്ദ്രനെ ഏറ്റവും വലിയ ഗുരുവായിട്ടാണ് വർണ്ണിച്ചുകൊണ്ടാണ് ഉപദേശിക്കുന്നത്. എല്ലാ സമയത്തും രാമ 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 ജപിച്ചുകൊണ്ടിരിക്കുന്നത് പരമശിവൻ. രാമ രാമ രാമനാമം ജപിക്കും. രാമനാമത്തെ സദാകാലവും ജപിച്ചിടും രാമനാശനൻ ഉമാവല്ലഭൻ മഹേശ്വരൻ. എഴുത്തച്ഛ മനോഹരമായിട്ടാണ് നമ്മൾ അവതരിപ്പിച്ചത്. അപ്പോൾ ഒരു
ദിവസം പാർവതി ചോദിച്ചു, അല്ല അങ്ങ് എപ്പോഴും രാമന്റെ നാമാണല്ലോ, ഇവിടെ എത്ര ദേവതമാരുണ്ട്, അവരൊന്നും അല്ലല്ലോ അങ്ങയുടെ ചുണ്ടിൽ. അല്ലെ അങ്ങയ്ക്ക് അതിനൊരു നാമം ആവശ്യമുണ്ടോ? അങ്ങ് തന്നെ ഒരു മഹാദേവനല്ലേ, എന്താണ് ചെയ്യുന്നത്? ഇത് കേട്ടപ്പോ പരമശിവൻ അവരെ സന്തോഷം കൊണ്ടങ്ങോട്ട് മതി വളർന്നതാണ്. അവിടെ തന്റെ പത്നിയെ അവരെ പുകഴ്ത്തിക്കൊണ്ടാ പറയുന്നത്. ഏറ്റവും സ്ത്രീവാക്യങ്ങളോടുകൂടി അവർ എന്താ പറഞ്ഞത്? ഇത്രയും കാലം നിന്റെ ചുണ്ടിൽ നിന്ന് ഈ ചോദ്യം ഞാൻ പ്രതീക്ഷിക്കുകയായിരുന്നു. നീ അത് ചോദിച്ചില്ല, ഞാനത് പറഞ്ഞില്ല. ചോദിക്കാതെ ഒന്നും പറയാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇതില്ല, വെരി ഡൗൺ. നന്നായി, എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ്, ഞാൻ പറയാം. പക്ഷെ പെട്ടെന്ന് അങ്ങോട്ട് അവസാനിപ്പിക്കാൻ പറ്റില്ല. എൻ്റെ ഗുരുവിനെ പറ്റി പൂർണ്ണമായ വിവരം തന്നെ ഞാൻ തരാം എന്ന് പറഞ്ഞ രാമായണ അധ്യാപനം മുഴുവനും ശ്രീരാമസ്വാമിയെ വർണ്ണിച്ച് അവിടെ ഉപദേശം കൊടുത്തു. അതിൽ ഹനുമാന്റെ അഭാവം വരുമ്പോൾ കൂടുതൽ വർണ്ണിച്ചു കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ലങ്കയിൽ ചെന്ന് രാവണനെയും അതുപോലുള്ള രാക്ഷസന്മാരെയും വിറപ്പിച്ചുവല്ലോ. മടങ്ങി വന്ന് ആ കാര്യങ്ങൾ ഭഗവാനോട് പറഞ്ഞോടുകൂടി ശ്രീരാമചന്ദ്രൻ ഹനുമാനെ ആലിംഗനം ചെയ്യുന്നു. സുന്ദരകാണ്ഡത്തിന്റെ അവസാന ഭാഗം എന്ന് വായിച്ചു. അതിൽ ആലിംഗനം കെട്ടിപ്പിടിക്കാനാണ്. പക്ഷെ അങ്ങനെയല്ല, ആലിംഗനത്തിന് പ്രത്യേകത ഒരു തവണ കെട്ടി പുണർന്നു വിട്ടു, വീണ്ടും പുണർന്നു, അങ്ങനെ പുണർന്നുകൊണ്ടേ വിട്ടുന്നില്ല, ശ്വാസം മുട്ടായിരുന്നു. അവിടെ ഈ പാർവതിക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ രംഗങ്ങളൊക്കെ. പരമശിവനാ പറയുന്നത്. അവിടെ വികാര തരളിതനായ ആര്? പരമശിവൻ. ഈ ശ്രീരാമചന്ദ്രന്റെ ആലിംഗനം ഓർക്കടോ ഹരിതപുത്ര ഭാഗ്യോദയം. മുത്തച്ഛൻ മനോഹരമായിട്ടാരെന്ന് വർണ്ണിച്ചു. ശിവൻ പറയാണ്, എടോ എന്ന് വിളിക്കുന്നത് പത്നിയാണ്. ആ ഹനുമാന്റെ ഭാഗ്യം നോക്കൂ. അവിടെ മാത്രമേ ഈ ഉപദേശിക്കുന്ന ആള് വികാരഭരിതനായിട്ട്. അതെന്തുകൊണ്ട് വികാരഭരിതനായി നമ്മൾ ചിന്തിക്കണം. ഇവിടെ ചോദ്യം എന്താ? ഈ രാമനെ തന്നെ ജനിക്കാൻ എന്താ കാരണം? ഓർക്കടോ ഭാരതപുത്ര ഭാഗ്യവതി. ഇത്രയധികം സ്നേഹിക്കുന്ന എൻ്റെ ഗുരുവാണ് രാമൻ. ഈ ഹനുമാൻ ആരാണ്? എന്നെയാണ് ഇങ്ങനെ ആലിംഗനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വായിക്കുമ്പോൾ വായിച്ചതേ പോരുന്നുണ്ട്. അത് അല്പം നമുക്ക് ഒരു പോസ് കൊടുക്കുക. ആ ഭഗവാൻ പരമശിവന്റെ ഭാഗ്യോദയം എന്ന് പറയുന്നത് എൻ്റെ ഭാഗ്യമാണ്. കാരണം ഞാൻ തന്നെയാണ് എന്നാണ്. അത് ഭഗവാൻ ഈ പാലാഴിയിലെയും ദേവന്മാരും എല്ലാവരും വന്ന് രാവണ യുദ്ധത്തിൽ സഹിക്ക വയ്യ, അന്ന് എന്തെങ്കിലും ഒരു വഴി കാണണം എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, ചെയ്യാം, ഞാൻ തക്ക സമയത്ത് വരാം. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാൻ അവസരം, നിങ്ങളുടെയൊക്കെ സഹകരണം വേണം. നിങ്ങളൊക്കെ ദേവന്മാരൊക്കെ വാനരന്മാരായിട്ട് ചെയ്യും. എന്നാണ് ഇത്രയധികം വാനരന്മാർ രാമായണത്തിൽ വരാനായ മുഴുവൻ ദേവന്മാർ. അതിൽ ഒരു ദേവനായ പരമശിവൻ ആരായിട്ട് വന്നു? ഹനുമാൻ. അതിൻ്റെ ഒരു പ്രത്യേകത, കൊച്ചുകുട്ടിയായിട്ട് തന്നെ ജനിച്ചു. ഒരേ ഒരു പൂർണ്ണാവതാരം എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ശിവനെ അവതരിച്ചത് ഹനുമാന്റെ എന്ന് പറയുന്നത്. കാരണം കൊച്ചു ശിശുവായിട്ട് തന്നെ ജനിച്ചു. ഒരു കുരങ്ങ രൂപമുള്ള ഒരു ശിശുവിനെ പ്രസവിക്കാൻ പഠിച്ച പാർവതിക്ക് അതിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെടുത്തി കൊടുത്തു. അങ്ങനെ വായുദേവന്റെ സഹായത്തോടുകൂടി അഞ്ജനയുടെ ഗർഭത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ് കഥ പറയുന്നത്. പരമേശ്വര ബീജം. അങ്ങനെ അഞ്ജന വായു കൂടിയിട്ട് അതിൽ പ്രസവിച്ചു. അങ്ങനെ അഞ്ജനാപുത്രൻ. വായു തനയങ്ങളുടെ പേരൊക്കെ അങ്ങനെയാണ് അനുമാനിക്കുന്നത്. പക്ഷെ ശിവനാണെന്ന് ആരും പറയുന്നത് ചിന്തിക്കുന്നില്ല. ഇനിയെങ്കിലും അത് ചിന്തിക്കുക. നമുക്കതിനേക്കാളും കൂടുതൽ ഉറച്ച് വിശ്വസിക്കേണ്ടത് ശിവൻ തന്നെയാണ് അവതരിച്ചിരിക്കുന്നത് ഹനുമാനാണ്. അങ്ങനെ അപ്പോൾ ചെറിയ ആ പ്രസവിച്ച ഉടനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സൂര്യനെ പിടിക്കാനായിട്ടാണ്. അതെന്തോ ഒരു വലിയൊരു പഴമാണ്, കഴിക്കാൻ പറ്റുന്നതാണെന്ന് വിചാരിച്ച് എയർപോർട്ടിലേക്ക് പറഞ്ഞു. അതിശക്തമായിട്ട് എയർപോർട്ട് പറഞ്ഞു. അപ്പൊ ഇന്ദ്രൻ അത് ഇഷ്ടപ്പെട്ടില്ല. എന്തോ തടസ്സപ്പെടുത്താൻ വേണ്ടിയാണ്
സൂര്യസഞ്ചാരത്തെ തടസ്സപ്പെടുത്താൻ ഏതോ ഒരു കുസൃതി തരം കാണിക്കുകയാണ് ചോദന വജ്രായുധം കൊണ്ട് വെട്ടിനാണ്. അത് ഈ താടിയെല്ലിനാൽ അങ്ങനെ താടിയെല്ലിന് പരിക്ക് വെട്ടിയ ഹനുമാൻ അങ്ങനെ തന്നെ താഴത്തേക്ക് ഒഴിക്കുമ്പോൾ വായുദേവൻ കയ്യിൽ നേരെ പാതാളത്തിലേക്ക് ദേവേന്ദ്രനോട് പ്രതിഷേധിച്ചിട്ട് എൻ്റെ മകനോട് ഇങ്ങനെ കാണിച്ചില്ലേ ദേവേന്ദ്രൻ, ഇനി ഞാൻ ദേവലോകത്തേക്കില്ല എന്ന് പറഞ്ഞ പാതാളത്തിൽ. അപ്പോൾ വായു പാതാളത്തിൽ പോയാൽ സ്ഥിതി എന്തായിരുന്നു? ശ്വാസം കിട്ടാൻ തുടങ്ങി. കോവിഡ് വന്നപ്പോൾ പലരും ശ്വാസകോശത്തിൽ പിടിച്ചപ്പോൾ ഓക്സിജൻ കിട്ടാൻ വിഷമിച്ച് ഓർക്കുന്നുണ്ടാവും. പാതാളത്തിലേക്ക് 30 കോടി, കാരണം ഒരാൾക്ക് ശ്വാസം കഴിക്കാൻ പറ്റാതെ 30 കോടി ദേവന്മാർ പാതാളത്തിൽ ചെന്നാണ് പറയുന്നത്. അവിടെ ചെന്ന് വായുദേവന്റെ കാല് പിടിച്ചു തന്നെ പറയാം. ഒരു നിമിഷം ജീവിക്കാൻ പറ്റില്ല. ദേവേന്ദ്രൻ പറഞ്ഞ വലിയ തെറ്റാണ് ചെയ്തത്, അങ്ങയുടെ പുത്രനാണെന്ന് അറിഞ്ഞില്ല, എന്തോ ഒരു അപകടം വരുത്തുന്ന എന്തോ ഒന്നാണ്, ഒരു മായാവി എന്തോന്ന് ധരിച്ചുപോയി. അങ്ങയുടെ മകന് ദീർഘായുസാണ്, എല്ലാം അതിശക്തനായിരിക്കും, ആർക്കെ പരാജയപ്പെടുത്താൻ കഴിയാത്ത വിധം ശക്തനായിരിക്കും എന്ന് പറഞ്ഞ് 30 കോടി ദേവന്മാരും ഹനുമാന്റെ തലയിൽ കൈവച്ചനുഗ്രഹിച്ചു. 30 കോടി ദേവന്മാരുടെയും അനുഗ്രഹം വാങ്ങി ഒരേ ഒരാളാരാണ്? ശിവനാണ്. ശിവൻ രുദ്രാവതാരം എന്ന് പറഞ്ഞ ഘട്ടത്തിൽ പറയുന്നത് ശിവന് ഹനുമാൻ. പിന്നീട് ഹനുമാന്റെ വീരപരാക്രമങ്ങൾ നമുക്ക് രാമായണത്തിലുള്ള കിഷ്കിന്ധാകാന്ഡം മുതൽ ഹനുമാൻ വെറും ശക്തവാൻ മാത്രമല്ല, മഹാപണ്ഡിതനാണ്. നന്നായിട്ട് ഗാനങ്ങൾ ആരംഭിക്കും, സംഗീതജ്ഞനുമാണ്, വാഗേയ ഗായകമാണ്. ആടുക മാത്രമല്ല, സംഗീതശാസ്ത്രത്തിൽ നിപുണനുമാണ്. ഇവരാണ് വാഗേയ ഗായകന്മാർ. സംഗീതശാസ്ത്രം പഠിച്ചു, നന്നായിട്ട് അഭിനയിക്കും, ഏറ്റവും നല്ല നടനാണ്. ജ്യോതിഷ പണ്ഡിതനാണ്, അനുഭവ ജ്യോതിഷം എന്നാണ്. അങ്ങനെ എല്ലാ ഗുണങ്ങളും സാക്ഷാത് പരമശിവന്റെ ഇതൊക്കെ പറ്റുള്ളൂ. കല ആവിർഭവിച്ചതിന് പരമശിവന്റെ പഞ്ചമുഖത്ത് ഞാൻ പറഞ്ഞു. അപ്പോൾ ഹനുമാനത്തില്ലാതിരിക്കും അദ്ദേഹത്തിൽ അവതരിച്ചിട്ട് അതായിട്ട് ലിങ്ക് ചെയ്യണം. അപ്പം ഇങ്ങനെ ഈ കഴിവുകളൊന്നും എന്നിട്ട് ആദ്യം തന്നെ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും നമ്മുടെ കേരളത്തിൽ പാദസ്പർശം നടത്തി ശബരിമലയിലാണല്ലോ, അതറിയാം എല്ലാവർക്കും. അവിടെ പമ്പാ നദിയിലോട്ട് എത്തിയപ്പോൾ ആ പ്രദേശത്തിന്റെ മനോഹാരിത കണ്ടിട്ട് ഭഗവാൻ തന്നെ വിസ്മയിച്ചു എന്നാണ്. അത്ര മനോഹരമായ ഒരു പ്രദേശം ഞാൻ ഈ ലോകത്ത് കണ്ടിട്ടില്ല. ഉടൻ തന്റെ അനുജനോട് പറയുന്നു, ഈ പമ്പാതീരം ലോകവിസ്മയം, പമ്പാ സരസ്കടം ലോകമനോഹരം. ഇത്രയും മനോഹരമായ പമ്പ പ്രദേശം, മനോഹരമായ പ്രദേശം കണ്ടിട്ടില്ല ലക്ഷ്മണ. നോക്കൂ, ഇതൊരു ഭംഗിയാണ്. അന്നേ പമ്പാനദി പ്രസിദ്ധ ഗംഗയാണ് ഒഴുകുന്നതാണ്. ഇന്നത്തെ പമ്പയുടെ സ്ഥിതി പരിതാപകരമാണ്. പക്ഷെ രാമായണം വായിച്ചവരല്ല ഭരണം നടത്തുന്നത്, അതാണ് വിഷമം. ഇതൊക്കെ പഠിച്ചവരാണെങ്കിൽ ഇത് കണ്ടാൽ അവർക്കൊരു വിഷമം ഉണ്ടാവും. പക്ഷെ അതിന് പഠിക്കട്ടെ, ഈ പുസ്തകം അങ്ങനെ മാറ്റി വെച്ചിരിക്കട്ടെ, എന്ത് ചെയ്യാൻ? ഏതായാലും അത്രയും ഭഗവാൻ അഭിനന്ദിച്ച ആ സ്ഥലത്ത് എന്താ മറ്റൊരു അത്ഭുതം നടന്നു. സുഗ്രീവന്റെ മന്ത്രിയായ ഹനുമാൻ ഒരു ഒരു വടുരൂപത്തിൽ ബ്രഹ്മചാരിയായിട്ട് ആദ്യത്തെ ഭഗവാന്റെ ദർശനം ഹനുമാനായിട്ട്. ആ വടുരൂപിയെ കണ്ട് ഭഗവാൻ എന്താണെന്നത് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഭഗവാൻ ശ്രദ്ധിക്കുന്നത് ഹനുമാന്റെ ഈ വാക്ക് പ്രയോഗത്തെയാണ്. വളരെ മനോഹരമായിട്ട് പദപ്രയോഗം നടത്തുകയും ഉച്ചാരണ ശുദ്ധിയോടുകൂടി പദങ്ങൾ പ്രയോഗിക്കുകയും ചെയ്തത് അത്ഭുതത്തോടുകൂടി ഇങ്ങനെ ശ്രീരാമചന്ദ്രൻ കേൾക്കുക. കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നൊരു ഇംഗ്ലീഷിൽ പറഞ്ഞു. അത് വാർത്ത
അല്ലെങ്കിൽ വർത്തമാനം പറയാനുള്ളതിൻ്റെ കഴിവ്, വാർത്താ വിനിമയം, ആ ഒരു കഴിവ്, വാക്പ്രയോഗത്തിനുള്ള കഴിവ്. എവിടെ ഒരു ഗ്രാമാറ്റിക്കലായ ഒരു മിസ്റ്റേക്ക് കണ്ടില്ല എന്നാണ്. നല്ലൊരു വൈയാകരണ നിർണയം എന്ന് പറയുന്നുണ്ട് അഞ്ചനോട്. ഭക്ഷ്യസഖേ അത് രൂപിണം. സഖേനോട് കൃഷ്ണനെ ഈ വാക്ക് ഭയങ്കരനാണല്ലോ കൃഷ്ണനാണ്. നോക്കൂ എത്ര മനോഹരമായിട്ടാണ് ആ സംസ്കൃതം, അന്ന് സംസ്കൃതത്തിലാണല്ലോ പറഞ്ഞത്. മാത്രമല്ല ഇതിൻ്റെ ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം, വ്യാകരണ ശാസ്ത്രജ്ഞനാണ്. അതൊക്കെ ആരാവാസന ശിവൻ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഈ സേതുബന്ധം നടത്തുന്ന സമയത്ത് ഭഗവാൻ അവിടെ ഒരു പ്രതിഷ്ഠ നടത്തുന്നത് ആരുടെ അറിയാം? തൻ്റെ അല്ല, വിഷ്ണുവിൻ്റെ അല്ല, ശിവന്റെ പ്രതിഷ്ഠ. അതോ സാധാരണ എല്ലാവരും ആ വലിയ ആൾക്കാരായി കഴിഞ്ഞാൽ അവരെ പ്രതിമ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണല്ലോ ഉണ്ടാവുന്നതല്ല, ശിവപ്രതിഷ്ഠയാണ്. ഇതിൽ അവിടെ വെച്ച് പ്രഖ്യാപിക്കുകയാണ് ഭഗവാൻ. എന്താ പ്രഖ്യാപിച്ചത്? ആരാണോ രാമൻ പ്രതിഷ്ഠിച്ച ഈശ്വരനുള്ള സ്ഥലം രാമേശ്വരത്ത് വന്ന് ഭഗവാനെ പൂജിച്ച് വാരാണസിയിൽ ചെന്ന് കാശി വിശ്വനാഥനെ തൊഴുത് അവിടെ ഗംഗയിൽ കുളിച്ച് ഗംഗാജലവുമായി തിരികെ രാമേശ്വരത്ത് വന്നു ആ ഗംഗാജലം കൊണ്ട് രാമേശ്വരൻ അഭിഷേകം ചെയ്ത് ഹിന്ദു മഹാസമുദ്രം, അത് അടുത്ത സമുദ്രം, അതാണ് ഹിന്ദു മഹാസമുദ്രം, അതിൽ മുങ്ങി കുളിച്ചു വരുന്നത് അവന് പിന്നെ പരമമായ മോക്ഷമാണ്. ഇല്ലേ? രാമായണം വായിച്ചത് ഭാരതം തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെയുണ്ട്. ഇത് പിന്നീടുണ്ടായ രാജ്യമല്ല, പലരും പറയുന്നത് കൂട്ടിച്ചേർന്നതാണ്. ശ്രീരാമചന്ദ്രൻ അയോധ്യയിൽ വടക്കേ നിന്ന് പുറപ്പെട്ട് എവിടെയും കടന്നില്ലല്ലോ. വേറെ വേറെ രാജ്യമാണെങ്കിൽ എവിടെയാണോ അവിടെ പാസ്പോർട്ടൊന്നും ചോദിച്ചില്ലല്ലോ. ഒറ്റ ഏക രാജ്യമായതുകൊണ്ടല്ലേ സുഖായ ഭഗവാൻ ഇത്രയും രാജ്യങ്ങൾ കടന്നു ലങ്കയിലെത്തി, അവിടെ തിരിച്ചു വന്നു. വിമാനമാർഗങ്ങൾ പോകുമ്പോൾ എവിടെ കടന്നില്ല, വിമാനം പിടിച്ചിറക്കില്ല. അപ്പം ഭാരതം ഒന്നായിരുന്നില്ലേ? എന്താ സംശയം? പക്ഷെ ഇത് രാമായണം വായിച്ചാൽ വേറെ ചിലവരുടെ ലേഖനങ്ങൾ കിട്ടില്ല, കാരണം അതൊന്നും വായിച്ചിട്ടില്ല. അപ്പോൾ ഭാരതത്തിൻ്റെ ഒന്നിച്ചാൽ ഭാരതം എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഗണപതിസ്വാമി അവസാന കാലത്ത് തീർത്ഥാടനം നടത്തിയിരുന്നു. അത് നോക്ക്, ആ മാപ്പ് ഉണ്ടല്ലോ, നോക്കും എല്ലാ സ്ഥലത്തും കേരളത്തിൽ വരുന്നു. ഒന്ന് വെറുതെ വായിച്ചോക്കാറുണ്ട്. എവിടെയും ഗണപതിനെ ഒരു രാജാവും ചോദ്യം ചെയ്തില്ല. അവര് പല രാഷ്ട്രങ്ങളും ചേർന്നതാണ് ഭാരതം എന്ന് പറയുന്നവർക്കുള്ള മറുപടിയാണ്. അല്ല, ഏകരാജ്യം. മാത്രമല്ല വിഷ്ണു വേറെ ശിവം വേറെ ഇല്ല, ഒരാളേ ഉള്ളൂ. അതാണ് വൈഷ്ണവനായ രാമൻ ശൈവനായ ശിവനെ പ്രതിഷ്ഠിച്ചത്. പല വൈഷ്ണവ സംഹിതയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭഗവാൻ ചെയ്ത് തെറ്റാണെന്ന പണ്ഡിതന്മാർ പറഞ്ഞു. അന്ന് വൈഷ്ണവനെ എങ്ങനെ ശിവനെ പ്രതിഷ്ഠിച്ചു? ഒരു ചോദ്യം ഉണ്ടായില്ലല്ലോ. ശൈവ വൈഷ്ണവ സംഘടന വെറും സൃഷ്ടിയാണ്, അല്ലെങ്കിൽ പലരും തെറ്റിദ്ധരിപ്പിച്ച് തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. രാമായണത്തിൽ അത് വ്യക്തമായി പ്രതിഷ്ഠിച്ചത് ശ്രീരാമചന്ദ്രനല്ലേ. എന്നിട്ടോ വിഷ്ണു ക്ഷേത്രത്തിൽ പോകാൻ പറഞ്ഞില്ല ഭഗവാൻ, കാശി വിശ്വനാഥനെ തൊഴാനാ പറഞ്ഞു. തിരിച്ചു വന്ന് പരമശിവൻ രാമേശ്വരൻ തൊഴാൻ പറഞ്ഞു. എന്നാ അവിടെ എല്ലാ ക്ഷേത്രം പേരും അവിടെ ഒന്ന് തൊഴുതോട് പറഞ്ഞിട്ടുള്ളൂ. ഒന്നാണ്, ഞങ്ങൾ ഒന്നാണ്. പിന്നെ ഈ ബഹളം വയ്ക്കുന്നതിന് കണ്ടർത്ഥം. അത് വെക്കാനുള്ള കാരണം അവർ പഠിച്ചിട്ടില്ല, രാമായണം പഠിച്ചിട്ടില്ല. 400 കൊല്ലം മുമ്പ് എഴുതിച്ച നല്ല മലയാളത്തിലാക്കി തന്ന ഗ്രന്ഥം കൈകൊണ്ട് തൊട്ടില്ല. ബോധപൂർവം നമസ്കരിച്ചു. അതിൻ്റെ അറ്റതയിൽ നിന്നാണ് ഓരോ വിമർശനങ്ങൾ പിന്നീടുണ്ടായത്. അതിന് ഹനുമാൻ രുദ്രാവതാരമാണ്, സാക്ഷാൽ ശിവഭഗവാന്റെ ചൈതന്യം. അത് കഴിഞ്ഞ് പിന്നീട്
ഇന്നും ചിരഞ്ജീവിയായി ഹനുമാനുണ്ട്. കിം പുരുഷ വർഷത്തിൽ എന്ന ഭാഗവത്തിന്റെ ഒരു സൂചന. കിം പുരുഷ വർഷം ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് രാമനാമം ജപിക്കുന്നു. ശിവനും രാമനാമം, ഹനുമാനും രാമനാമം, രണ്ടാം ഒന്നാണെന്ന് മനസ്സിലായിരുന്നു. പിന്നെ പലർക്കും തെറ്റിദ്ധാരണയുണ്ട്, സന്ധ്യാനേരം രാമനാമം ജപിക്കാൻ പാടില്ല. കാരണം ഹനുമാന്റെ രാമനാമം ജപിക്കുന്നത് മുടങ്ങിപ്പോകും. ശരിയല്ല. ലോകത്തുള്ള മുഴുവൻ പേര് രാമനാമം ജപിക്കണം എന്നാണ് ഹനുമാന്റെ ആഗ്രഹം. ഞാൻ മാത്രം പോരാ, എല്ലാവരും ജപിക്കണം. അവിടെയൊക്കെ ഞാനുണ്ടാവും. ഞാൻ വന്ന് പരമശിവൻ അവിടെ ഇരുന്നതാണ്. ഏത് പഴയ കാലത്ത് വിവാഹം നടത്തുന്ന വീട്ടിലാണ് അവിടെ രാമായണം വായിക്കും. മരിക്കുന്നതിന് മുമ്പേ, മരിച്ചതിന് ശേഷം വായിക്കാൻ പാടില്ല. മരിക്കുന്നതിന് മുമ്പ് ജീവൻ നിൽക്കുമ്പോൾ രാമായണം വായിച്ച് കേൾപ്പിക്കും. മരിച്ചു കഴിഞ്ഞാൽ പുരാണങ്ങൾ വായിക്കും. അവിടെ ആശയം വന്നു, അവിടെ പുരാണങ്ങൾ വായിക്കാൻ പാടില്ല. ആ ജീവൻ നിൽക്കുമ്പോൾ മാത്രം അത് വായിച്ചു. പിന്നെ പല വീട്ടിൽ ഗൃഹപ്രവേശനൊക്കെ ഇത് പാരായണം ചെയ്യാറുണ്ട്. അവിടെയൊക്കെ സമയം നോക്കിയിട്ടുണ്ട്, സന്ദർഭം. അപ്പോൾ ഈ ഭഗവാന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അവതാരമാണ്. പിന്നെ ഭഗവാന്റെ ഒരുപാട് അവതാരങ്ങളുണ്ട്. കൃഷ്ണദർശന ശിവാവതാരം, നഭാകന്റെ മുമ്പിൽ രുദ്രാവതാരം ഉണ്ടായിരുന്നു. ഭൈരവാവതാരം, ഭൈരവനായിട്ടാണ് ബ്രഹ്മാവിന്റെ ശിരസ് തോന്നിയത്. പിന്നീട് ബ്രഹ്മകപാലമായിട്ട് ഭിക്ഷാടനമൂർത്തിയായിട്ട് വന്നു. പിന്നെ നർത്തകാവതാരം, തൻ്റെ പത്നിയെ സന്തോഷിപ്പിക്കാൻ നൃത്തത്തോടുകൂടി അവതരിച്ചതാണ്. പിന്നെ കിരാതാവതാരം, അർജുനെ പരീക്ഷിക്കാൻ വാസുദാസൻ കുറച്ച് സമയത്തുള്ളവതാരം. പിന്നെ കുറേ അവതാരങ്ങളുണ്ട്. അത് ശിവപുരാണം ഏകാദശമായി നടത്തിയ പൂർണ്ണമായിട്ട് അവതരണങ്ങളുണ്ട്. ദ്വാദശ ജ്യോതിർലിംഗം, 12 ജ്യോതിർലിംഗമായി ഭാരതത്തിൽ ഭഗവാന്റെ സാന്നിധ്യമുണ്ട് കാണാം. അപ്പം അതിൽ ഉജ്ജയിനിൽ മഹാകാലനായിട്ടാണ്, ഓംകാരത്തിൽ അമരേശ്വരനായിട്ടാണ്, ഹിമാലയത്തിൽ കേദാരനാഥനായിട്ടാണ്, ഡാകിനിയിൽ ഭീമശങ്കരനായിട്ടാണ്, വാരാണസിയിൽ വിശ്വേശനായിട്ടാണ്, ഗൗതമി തീരത്തിൽ ത്രംബകനായിട്ടാണ്, സൗരാഷ്ട്രത്തിൽ ഗുജറാത്തിൽ വിശ്വേശന്, ഗൗതമി തീരത്ത് ത്രംബകൻ, സൗരാഷ്ട്രത്തിൽ സോമനാഥൻ, വാരാണസിയുടെ കാശിയാണ്, അവിടെ വിശേഷനായിട്ടാണ്. പിന്നെ സൗരാഷ്ട്രം ഗുജറാത്തിൽ സോമനാഥനായിട്ടാണ്, ശ്രീശൈലത്തിൽ മല്ലികാർജുനനായിട്ടാണ്, ചിതാഭൂമിയിൽ വൈദ്യനാഥനായിട്ടാണ്, ദാരുകവനത്തിൽ നാഗേശനായിട്ടാണ്, സേതുബന്ധത്തിൽ രാമേശ്വരനായിട്ടാണ് ഭഗവാന്റെ ഈ ജ്യോതിർലിംഗം ഉള്ളത് എന്ന് പറയും. പിന്നെ ശിവാലയത്തിൽ കൃഷ്ണേശൻ എന്നൊരു അവതാരം. പിന്നെ ഏകാദശരുദ്രന്മാർ, അത് ശിവന്റെ കാര്യമാണ്. എപ്പോഴും ഏകാദശരുദ്രന്മാരുടെ ഒരു ശക്തി ചൈതന്യത്തിലേക്കാണ്. അതാണ് ശിവപുരാണം 11 ദിവസം തന്നെ വായിക്കണം, പറയണം. ഏകാദശരുദ്രന്മാരെ കഴിയുന്നുണ്ട്. അപ്പം ഏതൊക്കെയാണ് ഏകാദശരുദ്രന്മാർ അതുകൂടി സൂചിപ്പിക്കാം. അത് കശ്യപന്റെ തപസ് മൂലം സന്താനങ്ങൾ ഉണ്ടാകാനായിട്ട് തപസ് ചെയ്തപ്പോൾ കാമധേനുവിൽ അവതരിച്ച ഭഗവാൻ 11 പേരായിരുന്നു. ഏതൊക്കെയാണ്? കപാലി, പിങ്കളൻ, ഭീമൻ, വിരൂപാക്ഷൻ, വിരോഹിതൻ, ശാസ്ത, അജപാതൻ, അയർപുണ്യൻ, ശംഭു, ചണ്ഡൻ, ഭവൻ. ഇതാണ് ഏകാദശ രുദ്രന്മാർ. ഏകാദശ രുദ്ര ഈ പ്രാർത്ഥന ചെയ്യുന്നതിൽ പ്രമുഖമാണ്. പിന്നെ നമ്മുടെ ശബരിമലയിലെ വളരെ പ്രസിദ്ധമായ ഭഗവാന്റെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശിവബീജം കൂടി ഉണ്ടായിരുന്നു. അതാണ് ലോകപ്രസിദ്ധമാവാൻ കാരണം. വൈഷ്ണവ ശൈവ ബന്ധങ്ങളിലുള്ള സന്താനം ശങ്കരനാരായണൻ എന്ന് പറയാം, ഹരിഹരപുത്ര എന്ന് പറയാം. അങ്ങനൊരു പ്രത്യേകത. അപ്പോൾ സർവ ചരാചരങ്ങളിൽ ശിവചൈതന്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ് സാക്ഷാൽ പരമശിവന്റെ ചരിത്രം. പരമശിവൻ ഭക്തന്മാരുടെ ദുഃഖം സഹിക്കാൻ പറ്റാത്തതാണ്. ദുഃഖത്തോടുകൂടി പരമശിവന്റെ മുമ്പിൽ കണ്ണീര് വീഴ്ത്താൽ ഉടനെ ഭഗവാൻ അനുഗ്രഹം നൽകും എന്നാണ്. അത്രയും പ്രാധാന്യം
പരമശിവന്റെ ആരാധനക്കാരിലെത്തുന്നു. ഏതായാലും ഇവിടെ ഈ ദിവസങ്ങളിൽ വളരെ വിപുലമായ ഒരു നടന്നു വരുന്ന ഈ മഹാത്മയിൽ എല്ലാ ഭക്തന്മാരും കരുതുന്നു. രാവിലെ അവിടെ ആ വേദമന്ത്രം നമ്മൾ ജനിക്കുന്ന സ്ഥലത്ത് കുറച്ചു നേരം ഇരുന്ന് കേൾക്കാൻ ശ്രമണം. അത് വലിയ പുണ്യാണ്. വളരെ ഭംഗിയായിട്ട് അവർ അവതരിപ്പിക്കുന്നു. എല്ലാ വർഷവും മമ്മിയോ ദേവസ്വം ഈ വളരെ സങ്കീർണമായ വളരെയധികം ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് ഇവിടെ നടത്തി നമ്മുടെ ഒരു ഭാഗ്യമാണ്. ഈ കാലഘട്ടത്തിൽ മമ്മിയുടെ ദർശനവും ചെയ്യുന്നതും വളരെ പുണ്യമായിട്ടാണ് നമ്മൾ കണ്ടത്. ഇതിപ്പോൾ 4ാമത്തതാണ്. 11-12 കൊല്ലം 36 കൊല്ലത്തോളം കഴിഞ്ഞ് 38ാമത്തെ വർഷമാണ് ഈ യജ്ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഭക്തന്മാരവരുടെ രീതിയിൽ സാമ്പത്തിക സഹായം ചെയ്ത് ഇത് എപ്പോഴും ഈ ക്ഷേത്രത്തിൽ നടക്കട്ടെ എന്നുള്ള നിലയിൽ ഒരു ഫണ്ടോ ഇതൊക്കെ നിങ്ങൾക്ക് എൻഡോമെന്റോ ഇതൊക്കെ ചെയ്യുന്നത് വലിയ പുണ്യാണ്. അതൊക്കെ എത്രയും പറയുന്നത് എനിക്കറിയില്ല. എവിടെ എന്ത് ചെയ്യുന്നതിനേക്കാളും എത്രയോ ഇരട്ടി പുണ്യമാണ് നമുക്ക് അതുമൂലം ഉണ്ടാകും. നമ്മുടെ സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗം ഇതിലേക്ക് നീക്കും. അങ്ങനെ ഇത് മുടങ്ങാതെ എല്ലാ വർഷവും ഈ ഇന്നത്തെ ദിവസം ഇവിടെ വന്ന് പ്രഭാഷണം നടത്താനുള്ള അവസരം ലഭിക്കുന്നു. ഇതിൻ്റെ ഭാരവാഹികൾ